എന്താ അല്ല ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മോന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂ സിനിമയിൽ കാണുന്ന പാട്ട് സീനില് കാണുന്ന പോലെ പൂ വിരിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ അവിടെ വെച്ചിട്ട് ഇരിക്കുന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛനെ അമ്മയുടെയും സെക്സ് മനസ്സിൽ കണ്ടുറങ്ങണ ആളായിരിക്കും. അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് ഇങ്ങനത്തെ ചിന്താഗതി വരിക. ഇങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിച്ച ഞങ്ങൾ കിസ് അടിച്ചാ ഞങ്ങളെ ചുണ്ടുകൾ തമ്മിൽ തൊട്ടിട്ട് പോലില്ല. ഞങ്ങൾ ഇങ്ങനെ ആക്കുമായിരുന്നു. മനസ്സിലായി? ഞങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെന്നെങ്കിലും ഒരു മിറർ എന്തെങ്കിലും വെച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. സ്കൂളിൽ നിന്ന് ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്ത കാര്യം കൊണ്ടാണ് ഇത് ഷുവറാണ്. ഈ പറയണ കണ്ണു തുറന്ന് കാണുന്നത് മുഴുവൻ കാണുന്നതെല്ലാം സെക്സ് എന്ന് വിചാരിച്ച് നടക്കുന്ന കൊറേ വൃത്തികെട്ട മക്കളുണ്ട്. ഇതുമാതിരിയുള്ള മനസ്സിലായില്ലേ? എന്ത് കണ്ടാലും അത് കണ്ടു കഴിഞ്ഞാൽ അത് സെക്സ് നടക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, അക്കൗണ്ടിൽ ക്യാഷ് നടക്കണത് ഈ യൂട്യൂബ് കൊണ്ടല്ല സുഹൃത്തുക്കളെ. അതെന്തോരപ്പാ ഞങ്ങള് പറയണത് നിങ്ങളോട്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ₹1 പോലും ഈ വീഡിയോ നിങ്ങള് മുഴുവൻ കാണണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലും നിങ്ങൾക്ക് ഈ പറയണ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഇടിച്ച് പൊട്ടിക്കണം. ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഇൻസ്റ്റാ പേജിന്റെയും FBയുടെയും ID താടിയും പൊട്ടും ഒഫീഷ്യൽ. പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, താടിയും പൊട്ടും ടോക്സ്. അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ തമ്പനയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എന്താണ് വിഷയം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ തന്നെയാണ് വിഷയം. അതെ, നമ്മള് രണ്ട് വീഡിയോ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് റിയാക്ടിങ് വീഡിയോസ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, ഒട്ടും നേരില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മള് കൊറേ കണ്ടു ഇല്ലാന്ന് വെച്ചിട്ടും കൊറേ നമ്മള് കുറച്ച് എത്രയെന്ന് വെച്ചിട്ട് നെഗറ്റീവ്സിനൊന്നും അങ്ങനെ ഒരുപാട് കമന്റ്സ് കൊടുത്ത് നമുക്ക് നേരം കളയാൻ പറ്റില്ല. കാരണം പോസിറ്റീവ്സിന് തന്നെ നമുക്ക് റിപ്ലൈ കൊടുത്തിട്ട് എത്തുന്നില്ല. നമ്മളിതിപ്പോ ഇങ്ങനെ ഏത് റിയാക്ഷൻ വീഡിയോ ഇടുമ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്, ലൈവില് നമ്മളിപ്പോ നന്നായി ചൊറിഞ്ഞാൽ മാത്രം നമ്മളൊരു തിരിച്ചു മറുപടി പറഞ്ഞിട്ട് പോവുള്ളൂ. ഒരു 2 കോമഡി ഷോർട്സ് നമ്മൾ ഇട്ടായിരുന്നു, 2 വീഡിയോ. അതേതാണെന്ന് ഇതിൽ കാണിക്കുന്നു, ഇതിൽ കാണിച്ചു തരാം. അതിന്റെ ലിങ്ക് ലിങ്ക് അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഭാഗം കാട്ടിത്തരാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആ സാധനം, അത് നിങ്ങളിപ്പോ കണ്ട വീഡിയോ, ഒരു 2 വീഡിയോ. അപ്പൊ ആ 2 വീഡിയോ കോമഡി വീഡിയോ ആണ് കേട്ടോ. പക്ഷെ അത് ഒരുപാട് സക്സസ് ആയ വീഡിയോ ആണ്, ഒരുപാട് പേര് സപ്പോർട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ ചില ആളുകൾക്ക് ചില ചൊറച്ചിലുകളാണ്. അപ്പൊ അത് ചൊറിയണതിലല്ല, ചില ആൾക്കാർ ചൊറിയണമെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചൊറിച്ചിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചൊറിച്ചിലും കുറച്ച് ഓവറായിട്ടുള്ള കമന്റ്സ്, വളരെ മോശമായിട്ടുള്ള. അപ്പൊ കുറച്ച് കമന്റ്സുകൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഏതാനും ഒരുപാട് ഉണ്ട്. അതിൽ കുറച്ച് ചില ആളുകളുടെ മാത്രം നമുക്ക് അത്രയും വളരെ മോശമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഒരു കോമഡി 2 വീഡിയോ ആണ് ചെയ്തിരിക്കണേന്ന് നിങ്ങൾക്ക് കാണാം. അതിന് വന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും വെച്ച് വായിക്കാം. പേരോ നാളോ നാട്ടുകാരോ കാര്യം ഞാൻ അവരങ്ങനെ നമ്മുടെ ചാനലിൽ കൂടെ ഫേമസ് ആക്കാൻ പറഞ്ഞുതരാണ്. ഇതൊക്കെ ഇട്ടോരാരാണെന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ എന്തൊക്കെ വൃത്തികളാണ് ഈ കാണിക്കുന്നത്. നാട്ടുകാരെ കാണിക്കാൻ, മക്കളെ കാണിക്കാൻ പറ്റില്ല, ഇനി മക്കളെ ഈ വീഡിയോ കാണില്ല അല്ലേന്ന്. ഇത് മണ്ടന്മാരാണോന്ന് ഞങ്ങൾ ചിന്തിച്ചു ആദ്യം. പലരുടെയും വിചാരം ഇത് റിയൽ ആയിട്ട് സംഭവിച്ച പോലെയാണ്. അതായത് ഇത് ഇനിയിപ്പോ വീഡിയോ വന്ന മക്കള് കാണില്ലേ, മക്കൾക്ക് കാണാൻ പാടില്ലാത്ത ഒന്നും ഞങ്ങളുടെ ഇവിടുത്തെ വീഡിയോയിൽ ഇടാറില്ല. കാരണം ഞങ്ങളുടെ മക്കളും മക്കളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ കസിൻസിന്റെ കുട്ടികളാണെങ്കിലും നമ്മുടെ വീടിനടുത്തുള്ള പിള്ളേരാണെങ്കിലും കൊച്ചു മക്കൾ മുതൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്കത് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാണാൻ പാടില്ലാത്ത ഒന്നും ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ അല്ല, ഇത് ഞങ്ങള് ഡിസ്കസ് ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇന്ന പോലെ ചെയ്യാം, അപ്പൊ ഡോള് തുറന്ന് ഉണ്ണിനും കൊണ്ട് വരണം, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് 2-3 ടേക്ക് എടുത്ത് ചെയ്യുന്നതാണ്. അതുപോലെ അറിയാണ്ടാണ്
പലരും എന്തൊക്കെ വൃത്തികേടാണ് ഈ കാണിക്കുന്നത്, നാട്ടുകാരെ കാണിക്കാൻ, മക്കളെ കാണിക്കാൻ പറ്റില്ല, മക്കൾ ഈ വീഡിയോ കാണില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് അവർക്ക് യാതൊരുവിധ ബോധവും ഇല്ല. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇനി ഞാൻ അപ്പൊ അതിനുള്ളൊരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ടിങ് ആണ് അതിൽ ചെയ്യുന്നത്. നമ്മുടെ ചാനലില് നമുക്ക് കോമഡി ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ആംഗറി ആണെങ്കിലും എല്ലാ ഇതും നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ആക്ട് ചെയ്യാണ്. അത് ഒരു ആക്ടിങ് ഒരു കഴിവാണ്. അത് നമ്മുടെ ചാനലിൽ ചെയ്യും. മറ്റേ ആക്ടേഴ്സ് വലിയ വലിയ മോഹൻലാൽ, മമ്മൂട്ടി, അല്ലെങ്കിൽ മഞ്ജു വാര്യർ, നടന്മാരൊക്കെ ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ച് അവര് ഇതുപോലെ ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് അവർക്ക് മക്കളും കുടുംബവും ഒക്കെ ഉള്ളവരാണ്. വേറെ അന്യന്റെ വേറൊരാളെ ഭാര്യ, അവരുടെ മക്കളും കൊച്ചുമക്കളും ഫാമിലിയും നാട്ടുകാരും വീട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അവരെന്തൊക്കെ സീനുകളിൽ അഭിനയിക്കുകയും സ്റ്റേജ് നാടകങ്ങളിൽ പോലും കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും. അവരുടെ സിനിമ കാണാതിരിക്കും. നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇപ്പൊ അതിന്റെ ഒരാള് കമന്റ് ഇട്ടെന്ന് ഞാൻ വായിച്ചായിരുന്നു. അതിൽ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സപ്പോർട്ട് ചെയ്ത ഒരാളുടെ കമന്റ് ഞാൻ പറഞ്ഞുതരാം. തീവണ്ടി സിനിമയില് ടൊവിനോ മറ്റൊരാളെ കിസ് ചെയ്യണ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം കണ്ടിട്ടുള്ള അവരുടെ അടിപൊളി സൂപ്പർ പടം, അതേപോലെ സൂപ്പർ ആയിട്ടുള്ള അഭിനയം. ടൊവിനോ കുടുംബസ്നേഹിയല്ലാന്നോ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ടൊവിനോന്റെ മക്കൾ ഇത് കാണുന്നില്ലെന്നോ അല്ലെങ്കിൽ വേറൊരു പെണ്ണിനെയാണ് ഉമ്മ വയ്ക്കണത്. അപ്പൊ അതല്ലെങ്കിൽ അപ്പൊ ഇതൊക്കെ സീരിയലില് അല്ലെങ്കിൽ ഷോർട്സ് ഫിലിംസില് സോങ്ങുകളില് നമ്മുടെ TV തുറന്നാൽ തന്നെ നമ്മുടെ ചെറിയ മക്കള് തൊട്ട് അട്ടം നോക്കി കിടക്കണ മുത്തച്ഛന്മാര് വരെ കാണുന്നത് എന്തൊക്കെയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മള് ഒരു ഈ ഒരു കോമഡി ഷോട്ടില് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിക്കുന്നതും അപ്പൊ ഡോർ തുറന്ന് മക്കള് വരുമ്പോ നമ്മളത് മാറി നിന്ന് കോമഡിയാണ്. അത് ഭൂരിഭാഗം വീട്ടുകളിലും സംഭവിക്കുന്നതാണ്. അതിലൊരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, അയ്യോ ഞങ്ങളുടെ വീട്ടില് സംഭവിച്ചു. 100% ഒരു 50% ആൾക്കാരുടെ വീട്ടില് അവരുടെ മക്കളുള്ള സമയത്ത് കെട്ടുപിടിക്കുമ്പോ മിക്ക ആൾക്കാരും ചെയ്യണ കാര്യങ്ങളോ അത് തന്നെയാണ് ഞങ്ങളും ചെയ്തിട്ടുള്ളൂ. കാരണം അതൊരു കോമഡിക്ക് വേണ്ടിട്ട് അത് ആൾക്കാർ ആലോചിക്കും, ഈശ്വര ഇത് നമ്മളോട് ചെയ്ത്. അത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പണ്ട്. അത്രേ ഉള്ളൂ. നമ്മളതൊരു കോമഡി ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അത് ഒരു കോമഡി വീഡിയോ പോലും അതിന്റെ സെൻസിൽ എടുക്കാതെ ഇവർക്കൊന്നും നാണമില്ലേ, അവരുടെ മക്കൾക്ക് നാണമില്ലേ, വീട്ടിൽ കുടുംബക്കാരില്ലേ, നാണമില്ലാത്ത വർഗങ്ങൾ വായിച്ചു കൊടുക്ക്. ബാക്കിയുള്ളത് ഇനി കുറച്ച് അധികം വായിക്കട്ടെ. അല്ല, മക്കളെ കാണിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യണത്? ഏതൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ദുൽഖറും പ്രണവും അല്ലെങ്കിൽ മഞ്ജുവാരും മക്കളും അല്ലെങ്കിൽ നടീനടന്മാരും മക്കളൊക്കെ ഞങ്ങള് എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങള് രണ്ടാളും കിസ് ചെയ്യണതും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, ഇവളെന്റെ മടിയിലിരിക്കണത്, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് സോഫയിലേക്ക് എടുക്കുമ്പോ മക്കളുടെ ഫ്രണ്ടില് തന്നെ ഞങ്ങൾ ഞങ്ങള് പുറത്ത് നടക്കുമ്പോ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഉമ്മ കൊടുക്കുമ്പോ അല്ലെങ്കിൽ കിച്ചണിലെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോ ഇതൊക്കെ ഞങ്ങളുടെ മോനും മക്കളും ചെറിയ മോനും ഒക്കെ കാണാറുള്ള തന്നെയാ. അതിനിപ്പോ ഞങ്ങള് സ്നേഹിക്കുന്നതാണ് അവര് കാണേണ്ടത്. വഴക്കടിക്കുമ്പോ ഈശ്വര എന്റെ അമ്മ എപ്പോഴും വഴക്കുണ്ടാക്കി സ്നേഹിക്കണത് ബെഡ്റൂമിന്റെ അകത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മാത്രമല്ല സ്നേഹം നമുക്ക് മാത്രമേ ഉള്ളൂ. മക്കളിനെ അത് കാണിക്കാൻ ഞങ്ങൾ നിൽക്കണില്ലേ? അതല്ല ഞങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ അതും അച്ഛനും അമ്മയും തമ്മിൽ അങ്ങനെ ചെയ്യുന്നതൊക്കെ മോശപ്പെട്ട ഒരു കാര്യമാണോ? അല്ല. ഞങ്ങള് സ്നേഹിക്കണ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മറ്റേ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാര് സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ബെഡിൽ കിടക്കുന്ന പരിപാടിയാണ് മറ്റുള്ള ആൾക്കാർ. വെറുതെ ഒന്ന് സീൻ കാണിച്ചപ്പോഴേക്കും അയ്യോ ഒരു കളി മിസ്സായില്ലേ, പിന്നെ അതേപോലത്തെ വേറെ അത് വായിച്ചു അത് പറയും. ഒരാള് കഴപ്പ് പിടിച്ച ഫാമിലി, ഒരാള് അതിന് 9 ആളുള്ള ലയിക്കും. ഇതിലേന് കഴപ്പ് പിടിക്കാനായിട്ട് ഞങ്ങളിവിടെ കഴപ്പ് പിടിച്ചിരിക്കാനായിട്ട് ഞങ്ങളിവിടെ തുണിയില്ലാണ്ട് നിന്നിട്ട് എന്തെങ്കിലും മിക്ക ആൾക്കാരും ആദ്യത്തെ ആ സീൻ കണ്ടപ്പോ വിചാരിച്ച എന്തെങ്കിലും പണി നടക്കും. അതാണ് സംഭവം നോക്കിണ്ടാവുക. നോക്കി കഴിഞ്ഞപ്പോ അത് കാണാൻ പറ്റാണ്ടായപ്പോ അതിന്റെ ഒരു വിഷമം തീർക്കണതാണ് ഇങ്ങനെ. പക്ഷെ എന്നാലും ഇതേപോലെ നമ്മളൊരു പബ്ലിക് ശരിക്ക് ഇങ്ങനത്തെ പബ്ലിക് ആയിട്ടുള്ള സംഭവത്തിന് നമ്മള് വേറെ ഒന്നും വൃത്തികേടായിട്ടല്ല ചെയ്തേക്കണേ. കോമഡി സാധനം ഇട്ടാൻ ഇത്രയും തെറി പറയാൻ അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട കമന്റ് ഇടുമ്പോ നിങ്ങൾ ആലോചിക്കണം.
എത്ര മോശമായി വൃത്തികേട് മാത്രം ഇടുന്ന അതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ചാനലുകൾ ഇവിടെ ഉണ്ട്. അവിടെ പോയി ഈ കമന്റ് ഒക്കെ അല്ല സത്യത്തില് ഈ ഇതില് ഇങ്ങനത്തെ സാധനങ്ങൾ അയച്ചിട്ടുള്ള ആൾക്കാര് പകൽമാന്യന്മാരും രാത്രി ഹേമ കമ്മിറ്റി വന്നപ്പോ കുറെ എണ്ണം ഒന്നില്ല. ഇപ്പൊ മറ്റേ ടീമുകളുടെ ഇടയിൽ പോയിട്ട് അവരുടെ ലൈവ് കണ്ടിരുന്ന് അവർക്ക് നല്ല നല്ല കമന്റ് ഹായ് അടിപൊളി ക്യൂട്ട് സോ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ സോ എന്റർടൈൻമെന്റ് എന്നൊക്കെ വേണ്ട നമ്മളിവിടെ എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പെലാട്ട് മറ്റേ പരിഭവങ്ങളും അത് അംഗീകരിക്കാൻ അവർക്ക് വയ്യ. മുതുക്കനും മുതുക്കിക്കും വേറെ പണിയില്ല. ഞങ്ങളും അല്ല ഒരു കാര്യം ചോദിട്ടെ, ഈ അനുവില്ല സ്റ്റാർ മാജിക്കിലെ അനുവിനെ ഇതുപോലെ മുതുക്കിന്നൊക്കെ വിളിച്ചിട്ട് കുറെ കമന്റ് വന്നിട്ട് അവള് റിയാക്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ മുതുക്കനോ മുതുക്കിയോ മുതുക്കാണ്ടിരുന്നാലോ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളുടെ സ്വന്തം ചാനല് ഇപ്പോഴും പാതിരാത്രി 1 മണി ആവാറായി. അത് ആ ക്ലോക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 1 മണി പാതിരാത്രി പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ സമയത്ത് മക്കള് ഉറങ്ങി അപ്പൂസ് ഇപ്പൊ തന്നെ പോയുള്ളൂ. അപ്പൊ റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് അവന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവ അവിടെ കിടന്ന് ഉറങ്ങി TV കണ്ടിട്ട് ഈ സമയത്ത് നമ്മൾ ഇത് എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിസ്ക് എടുത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങള് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ ചിലര് പറഞ്ഞ കാര്യം കാശിന് വേണ്ടി കാണിക്കുന്ന കുറെ ആൾക്കാര് ലേശം ഉളുപ്പ് എന്തൊരു അരോചകം. ഇതിൽ ഭർത്താവ് ആരാണ്? ദയനീയം തന്നെ. ഇതൊക്കെ എന്താണ് എന്തുദ്ദേശിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലേശം ഉളുപ്പ് എന്തൊരു അരോചകമാണ്. ഇതിൽ ഭർത്താവ് ആരാണെന്നൊക്കെ ഈ വായിക്കുന്ന ആളെ എന്ത് കിഴങ്ങനാണെന്ന് മനസ്സിലാവണില്ല. ഇത് കാണുന്ന ആൾക്ക് ഒരു മണ്ണ കട്ടി അറിയാണ്ട കാണാതിരിക്കണത് എന്ത് കുന്താന്ന് മനസ്സിലാവണില്ല. അത് ഇത് വായിച്ചിട്ട് അതിനിടയിൽ ലൈക്ക് ഇടാൻ 5-6 പേര് ഇരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അവരെ വീട്ടില് 4-5 പൗണ്ട് ഇട്ടിരുന്ന് അല്ലെങ്കിൽ 2-3 ഐഡി നിന്നിട്ട് അവരെന്നെ ചെയ്യണേന്ന്. ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കോടെ, നാട്ടുകാർക്കും കൂടി വരായിരുന്നു. എവിടേക്കാണാവോ? നമ്മളിപ്പോ ഇവിടെ എന്തോ മറ്റേ മസാജിങ് പാർലർ നടത്തിയ പോരെന്നൊക്കെയാണ് ചോദിക്കണേ. ആ പുള്ളി അങ്ങോട്ട് പോകണ്ടാവൂ. ആ സ്റ്റുഡിയോ ആള് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡിയോയില് പുള്ളി പോകാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഉളുപ്പില്ലേ മൈ മോനെ ഞങ്ങൾക്ക് കാണിച്ചു ചെയ്താലേ സുഖം കിട്ടുള്ളൂ. ആരിവിടെ എന്ത് കാണിച്ച് എന്ത് ചെയ്തു? ഇതൊക്കെയാണ് കമന്റുകൾ. ഇതൊക്കെയാണ് കമന്റ്. ഈ ഒരു വീഡിയോയില് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കോമഡി വീഡിയോ ചെയ്തിട്ട് ആ കോമഡീനെ കോമഡി ആക്കി എടുക്കാണ്ട് അല്ലെങ്കിൽ അതില് വൃത്തികേട് ഒന്നുമില്ല. അതിന് വൃത്തികേട് പറയാനായിട്ട് ഒന്നുമില്ല. അത് തുണിയില്ലാണ്ട് നിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ ഞങ്ങള് തമ്മിൽ കിസ്സിങ് പോലും ചെയ്തിട്ടില്ലേ. വെറുതെ ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിക്കുന്നുണ്ട്. നീ ഞാൻ മൂളുമ്പോ നീ വരണം. കറക്റ്റ് ഞാൻ മൂളുന്ന സമയത്ത് നീ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും പൊന്നും ഇങ്ങോട്ടേക്ക് വന്ന് ബെഡുമ്പേക്ക് ഇങ്ങനെ വീണിട്ട് ഞാൻ വീണ സമയത്ത് എന്ന് പറയുമ്പോഴാണ് കറക്റ്റ് അപ്പ് ഡോർ തുറക്കണേ. അത് ഉണ്ണിനും കൊണ്ട് വരണം എന്നിട്ട് പോലെ ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പൊ നമ്മളത് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുമ്പോ മനസ്സിലാവാണ്ട് ആ ഡോറും പക്ഷെ തമാശ കൂടെ കിട്ടിയിടായിരുന്നില്ല അമ്മാനെ. ശ്രദ്ധിക്കേണ്ട അമ്മാനെ. അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. രസകരമായ രീതിയിലുള്ള അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ കോമഡി എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കോമഡിക്കാണ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊന്നും മോശമായിട്ടില്ല. നമുക്ക് എത്രയോ നമ്മൾ TV തുറക്കുമ്പോൾ തമിഴും മലയാളം ഹിന്ദി ഏത് ഭാഷയിലുള്ള സോങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ ഫിലിംസ് ആണെങ്കിലും ഇപ്പൊ സീരിയലിൽ പോലും ഇന്റിമസി സീൻസും ലവ് സീൻസും അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു. എന്തിന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പല ഷോർട്സ് വീഡിയോസും പല ആളുകളുടെയും കണ്ടു കഴിഞ്ഞാൽ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ കാണുന്നതാണ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ. നമ്മളിതൊരു കോമഡി വീഡിയോ ആണ് ചെയ്തില്ല. ഒരു മോശവും ഞങ്ങൾ ചെയ്തിട്ടുമില്ല. ഞങ്ങളുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പാടില്ലാത്തൊന്നും ചെയ്യണമില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യാനും പോണില്ല. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങോട്ട് സഹിക്കണില്ല. ഇവരുടെ ഇതിന്ന് ഒരു നല്ല കമന്റ് ചെയ്യാൻ ഇതുവരെ നമ്മുടെ ഒരു വീഡിയോക്ക് ഇടാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ സാധനങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് ചെയ്യണേ. നമുക്ക് ഞങ്ങളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് ഒരു 3-3.5 കൊല്ലം കഴിഞ്ഞാൽ 3.5 കൊല്ലം നമ്മളെ ഡെയിലി കമന്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിന് നമുക്ക് കാണാണ്ട് തന്നെ ഈ ലൈവിന് വരുമ്പോ വരെ എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരെയും കമന്റ് വായിച്ചിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. ഞങ്ങൾ അത് കാരണം ഞങ്ങൾ എനിക്ക് ഡെയിലി വരുന്ന കമന്റോ അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുന്ന ആൾക്കാർ നമുക്കറിയാം. ഇതില് ജീവിതത്തിൽ കാണാത്ത ആൾക്കാർ സുപ്രാതി കയറുന്ന നമ്മളെ അടുത്ത് വർത്താനം. പക്ഷെ നമ്മളോട് പറയണതിന് കുഴപ്പമൊന്നുമില്ല. സംസാരിച്ച് കമന്റ് ഒക്കെ എല്ലാവർക്കും ഇടാം. പബ്ലിക് കമന്റ് ആണ്. പക്ഷെ
വൃത്തികേടായിട്ട് നമ്മൾ ഇതിലൊന്നും കാണിക്കാണ്ട് നമ്മളെ വെറുതെ പറയണേലാണ് നമുക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ചാനലിൽ പോയിട്ട് വേണം ഇങ്ങനത്തെ സാധനം ഇടാൻ. അല്ലാണ്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ ഒന്നും അറിയാണ്ട് ആ കമന്റ് മാത്രം നോക്കി അതിന്റെ അടിയിൽ വരുന്നവര് അതിനെ താങ്ങിട്ട് നിക്കണേ. അവര് നോക്കുമ്പോ പിന്നെ പറയാ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ കണ്ടന്റ് അവര് നമ്മുടെ ഈ കണ്ടന്റ് മാത്രം കണ്ട് കമന്റ് ഇടാണ്ടിരിക്കുക. ഈ കണ്ടന്റ് എന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ കണ്ടന്റ് മാത്രമുള്ള എങ്ങനത്തെ കണ്ടന്റ്? ഞങ്ങളെ കോമഡി ഷോർട്സ്, റൊമാൻറ്റിക് ഷോർട്സ്, ഇമോഷൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനത്തെ കണ്ടന്റ്? എങ്ങനത്തെ നിങ്ങൾ ഈ പറയണത്? ഇതിപ്പോ ജഗതിയും KP ലളിതയാണ് ചെയ്തെങ്കിൽ ബിന്ദു പണിക്കര് ചെയ്തിട്ടുണ്ട്, KP ലളിതയും ഇന്നസെന്റും ചെയ്തിട്ടുണ്ട്, മോഹൻലാലും മീനും ഇങ്ങനത്തെ സീനുകളില്ലാത്തതില്ല. അവരൊക്കെ ചെയ്യുമ്പോ നമ്മൾ ചിരിച്ച് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് ഇരിക്കുന്നു. അതൊരു കോമഡി ആയിട്ട് നമ്മൾ എടുക്കാനും കഴിയുന്നുണ്ട്. നമ്മളങ്ങനെ ഒന്നും വേറൊരാളുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ നോക്ക് ചെയ്യാനുള്ള മര്യാദ മക്കളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അടുത്ത ആള് അത് വലിയൊരു തത്വജ്ഞാനി. ഈ വക പല ഊളകളാണ് ഇരിക്കണേ. ഇങ്ങനത്തെ കോമഡി വീഡിയോയില് എടുക്കാൻ ഇത്രയും സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോക്ക് നോക്ക് ചെയ്ത് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ പിന്നെ വീഡിയോ ആരെടുക്കും, ഇതെങ്ങനെ ഞങ്ങൾ എടുക്കും? അങ്ങനത്തെ ബുദ്ധി പോലും ഇല്ലാണ്ട് കുറെ ആൾക്കാർ കമന്റിലായിരിക്കും. അടുത്തത് കുറച്ചുകൂടെ VPN ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിരുന്നു. VPN അൺഇൻസ്റ്റാൾ ചെയ്തു. പോരട്ടെ, എന്ത് കാണിച്ചാലും ലേക്ക് ഉണ്ടാക്കാൻ കുറെ വാണങ്ങൾ. ഏത് VPN എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് ഭൂരിഭാഗം പേർക്ക് അറിയാം. VPN യൂസ് ചെയ്യണത് പൊന്നിന് അറിയില്ല. പൊന്നു അന്തപ്പെട്ടിട്ടിരിക്കുന്നത് VPN ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ VPN യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തിനാണെന്നുള്ളത് VPN എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ മറ്റേ നിരോധിത സൈറ്റുകൾ എടുക്കാൻ പറ്റില്ലല്ലോ. പൊട്ട സൈറ്റുകൾ എടുക്കാൻ പറ്റില്ല. പൊട്ട സൈറ്റുകൾ എടുക്കാൻ വേണ്ടിട്ട് VPN കണക്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുത്തനാണ് ഇതിൽ കമന്റ് ഇടുന്നത്. എന്നിട്ട് അവൻ പറയണേ ഞാൻ VPN കട്ടാക്കാൻ പോവാണ്, കാരണം അത്രയും വൃത്തികേടാണ് ഇതിൽ കാണണല്ലോ. അപ്പൊ ഇതിൽ തന്നെ മനസ്സിലായി അവന്റെ സംസ്കാരം. കാരണം ആ സാധനം എന്താന്ന് ഞാൻ BPL കേട്ടിരുന്നത്. ഇത് എന്താന്ന് എനിക്ക് അറിയില്ല. കാരണം വിച്ചുവാണ് ഓൾറെഡി വന്ന കുറെ സാധനങ്ങളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്തു വെച്ചു. അല്ല, ഞാൻ ഇതിനൊക്കെ ശരിക്ക് അതിന് മറുപടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പോസിബിൾ അല്ല. അപ്പൊ ഇനി ഇങ്ങനെ ഒരു റിയാക്ടിങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് അതിൽ പറഞ്ഞ അതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി നമുക്ക് ഒരൊറ്റ ഒരു ലിങ്ക് എന്ത് കാണിച്ചാലും ലൈക്ക് അടിക്കാൻ കുറവാണെന്നുള്ളത് അത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പറയുന്നത് ഇവൻ ഈ എന്താ VPN പോയിട്ട് സിനിമകള് കാണാം. അവൻ അങ്ങനെ എന്താ കഴിഞ്ഞാൽ പൊട്ട സ്ഥലത്ത് പോയി പൊട്ട സാധനങ്ങൾ കാണാൻ നിർത്തിയവൻ. അപ്പൊ അവൻ ഓൾറെഡി പൊട്ട സാധനങ്ങൾ പോയി കാണുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാള് വന്നിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇനി അത് കാണണ്ട ഇത് കണ്ടാ മതി എന്ന് പറഞ്ഞ ഇതിലെന്ത് പൊട്ടകാനാണ് അവനത് നിർത്തി ഇനി നമ്മുടെ ചാനല് കാണുന്നു. കാരണം അത് അതിന് മോശമുള്ള കാര്യമാണ് ഈ വീഡിയോയില്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ സാധനം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങള് മോശം ഉള്ള എന്താണ് ഇതിൽ കണ്ടതെന്ന് കൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞോട്ടെ. ഇവന്മാരോട് പറയാനുള്ള മറുപടി നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഇതില് അടുത്ത ഒരു വലിയൊരു സാധനം വന്നല്ലോ, മക്കളുടെ മുന്നിൽ ചമ്മുന്ന വീഡിയോ. ഇത് എന്ത് വീഡിയോ ആണ്? കുട്ടികൾ ഉള്ളിടത്ത് അതിൻ്റെതായ ചിട്ടയിൽ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇതുപോലെ മുന്നേ വീഡിയോ കണ്ട് വേറെ തരത്തിൽ മക്കളുടെ മുന്നിൽ ചമ്മാൻ അവസരം ഉണ്ടാക്കണമെന്ന് എന്തെന്ന് പറയുന്നത്. ഒരു വീഡിയോ ആണ് എടുക്കണേ, എന്തോരം ടേക്ക് എടുത്ത് അവനോട് അപ്പൂസിനോട് ഇന്ന പോലെ ചെയ്തോളോ എന്നൊക്കെ പറഞ്ഞ് ടേക്ക് എടുത്ത് ചെയ്യുന്നതാണ്. ഞങ്ങള് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. ഇതിലൊരു അപ്പുനേക്കാളും പ്രായമുള്ള ഒരു കുട്ടിയുടെ ഒരു കമന്റ് ഇട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ് ഇട്ടേക്കണേ. എന്റെ ഉമ്മച്ചി വാപ്പിച്ചി ഉമ്മ എന്നുള്ള ലെവലിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഉമ്മച്ചി വാപ്പിച്ചിന്ന്. അപ്പൊ ആ കുട്ടിയുടെ ഉമ്മച്ചി വാപ്പിച്ചി ഇതേപോലെ ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അവസ്ഥയുണ്ട്, എനിക്ക് ഇതുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ടായിട്ടുണ്ട് കമന്റ്. അപ്പൊ ആ കുട്ടി അത്ര വലിയ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഇട്ടാണ് എന്റെ ഉമ്മച്ചി വാപ്പിച്ചി നാട്ടിൽ ചിരിക്കണ സ്മൈൽ ഇട്ടേക്ക് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട്. കാരണം അവരും കണ്ടിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ സിനിമകളിൽ വരെയുണ്ട് ക്രിസ്ത്യൻ പിള്ളേരോട് അനുരാഗ കരിക്കും വെള്ളത്തില് ബിജു മനോനും ആശാശരത്തും
മുന്തിരിവള്ളികൾ തളെടുക്കുമ്പോൾ മീന മോഹൻലാല് ഇതൊക്കെ മുതിർന്ന മക്കളെ. പഴയ പടങ്ങളിൽ ഇഷ്ടം പോലെ അത് ഞാനൊരു കാര്യം പറയട്ടെ, മുതിർന്ന മക്കള് ഒന്നാമത്തെ കാര്യം, മുതിർന്ന മക്കളുണ്ട് 10ാം ക്ലാസ്സില് ബയോളജി എന്ന് പറഞ്ഞൊരു എന്നിട്ടാണ് ബയോളജി അല്ല 10ാം ക്ലാസ്സിൽ എന്തോ ഒരു ബയോളജി പാടല്ലേ, അതല്ല എന്തോ ഒരു ലെസൺ ഉണ്ട്. ടീച്ചർമാരും ബയോളജി ടീച്ചർമാരെ പഠിപ്പിക്കാറില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് പണ്ടത്തെ കാലത്തൊക്കെ അതൊക്കെ പഠിച്ചിട്ടാണ് എന്തെങ്കിലും, എന്നിട്ട് പോലും ഒന്നും അറിയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ടിവിയും സിനിമയും കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരുടെ പേരത്തുമ്പോഴുള്ളതുകൊണ്ട് ഒരു ടീനേജറായ പിള്ളേർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു സിനിമയിൽ ടിവിയിൽ പണ്ടൊരു പാട്ട് സീനിൽ കാണുന്ന പോലെ ഒരു പൂ വിരിഞ്ഞിട്ടല്ല ഒരു കൊച്ചുണ്ടാവണമെന്ന് അവർക്ക് അറിയാം എന്ന് കരുതി അവര് നിങ്ങൾ ഈ സംസാരിക്കുന്ന ആൾക്കാര് അച്ഛനമ്മയുടെയും സെക്സ് സ്വപ്നം കണ്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. അത് അങ്ങനെയുള്ള വൃത്തികെട്ട മൈൻഡുള്ളവരാണ് ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്. മനസ്സിലായി? കുട്ടികളുടെ മുമ്പിൽ കുട്ടികളുള്ള വീടാന്നും വെച്ചിട്ട് ഞങ്ങൾ എന്താ നമ്മളിവിടെ എന്താ ചെയ്യണ്ടേ? കുട്ടികൾ കാണാൻ പാടില്ലാത്ത വല്ലതും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ വഴക്കടിക്കുന്നത് കാണുന്ന പോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് വളരുന്നത്. അവരെ ഹൈഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ, അല്ലാതെ ഒന്നും അവരെ ഹൈഡ് ചെയ്യണ്ട. എല്ലാവരും കണ്ടറിഞ്ഞ് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഇല്ലായ്മകളും ഉള്ളതും സന്തോഷവും പിണക്കവും മേണക്കവും ഒക്കെ അവരെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങള് ഇത്ര നാള് ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോയും അപ്പു എടുക്കണം. ആ വീഡിയോ അവൻ ചിലപ്പോ നമ്മള് പാട്ട് പാടി നടക്കുമ്പോ അവനാവും പാട്ട് പാടുക. അവൻ പാട്ട് പാടിച്ചായിരിക്കും ഞങ്ങളായിരിക്കും അവൻ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവന്റെ പാട്ടിനായിരിക്കും. അവനാണ് പാട്ട് പാട് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് അഭിനയിക്കുക. അതൊക്കെ അവൻ തന്നെയാണ് എല്ലാം എടുക്കണം. അല്ല ഞാനൊരു കാര്യം ചോട്ടെ, ഞങ്ങൾ എത്രയോ ആളുകൾ ഇപ്പൊ സേവ് ദ ഡേറ്റ് മാരേജ് ഷൂട്ട് കല്യാണത്തിന് മുന്നേ ഒരു പരിചയമില്ലാത്ത ഒരു ക്യാമറമാനും ഒരു 4-5 ലൈറ്റ് ബോയിന് മുന്നില് തുണിയില്ലാണ്ട് മെറ്റേണിറ്റി ഷൂട്ട് എന്നും പറഞ്ഞ് ബേബി ഷൂട്ട് എന്നും പറഞ്ഞ് ആഫ്റ്റർ ഷൂട്ട് എന്നും പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2 വീട്ടുകാരുടെ അച്ഛനമ്മമാര് കുടുംബാംഗങ്ങള് നാട്ടുകാര് വീട്ടുകാർക്ക് ഒക്കെ കാണാനുള്ള വീഡിയോസ് പടച്ചു വിടുമ്പോ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി യൂട്യൂബിൽ. സേവ് ദ ഡേറ്റ് മെറ്റേണിറ്റി ഷൂട്ട് മാരേജ് ആഫ്റ്റർ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള സീനുകള് കണ്ടറയ്ക്കും. ലൈക്ക് കമന്റ് വീട്ടുകാര് കുടുംബമായിട്ട് ഇരുന്നിട്ട് അടിപൊളി എന്നിട്ട് ആ എടുത്ത വീഡിയോക്കാരന് അങ്ങോട്ട് കാശ് കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളാണോ നമ്മുടെ വീടിന്റെ അകത്തിരിക്കണ ഭാര്യയും ഭർത്താവും ഒരു കോമഡി വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഇങ്ങനെ മേത്ത് വീഴാൻ ഈ മേത്ത് വീഴുന്നത് എങ്ങനെയാ കളിയാവണ? അങ്ങനെയാണെങ്കിൽ സിനിമയില് ഓരോ പാട്ട് സീനിലൊക്കെ ഇങ്ങനെ മേത്ത് വീഴുന്നത് കളി സിനിമയാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻസർ ചെയ്യാനാ നേരന്റെ ഉള്ള എല്ലാ പാട്ട് സീനിലും. ഒരാളുടെ അടുത്ത സാധനം അതിന് 13 ലൈക്ക്. ഇതൊക്കെ ഓവറല്ലേ? വളർന്നു വരുന്ന 2 മക്കളില്ലേ? എന്ത് കോപ്രായം കാണിച്ചും അക്കൗണ്ടിൽ ക്യാഷ് നിറയ്ക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, അക്കൗണ്ടിൽ ക്യാഷ് നിറയ്ക്കണത് ഈ യൂട്യൂബ് കൊണ്ടല്ല സുഹൃത്തുക്കളെ. അതെന്തോരാ ഞങ്ങള് പറയണത് നിങ്ങളോട്? ഞങ്ങൾക്ക് യൂട്യൂബിന്ന് 1 രൂപ പോലും വലിയ എമൗണ്ട് ആയിട്ടൊന്നും ഇതുവരെ കിട്ടിയില്ല. ചിലപ്പോ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മാസത്തില് എപ്പോഴെങ്കിലും ആണ് കിട്ടാറ് പൈസ. ഞങ്ങൾ അതിന് വേണ്ടി യൂട്യൂബിൽ നിന്ന് പൈസ വരാൻ വേണ്ടി ഡെയിലി കഷ്ടപ്പെട്ടിരുന്ന വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. 3 മാസത്തിന്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇടാനോ എഡിറ്റ് ചെയ്യാനോ നേരമില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് അതൊക്കെ കഴിഞ്ഞ് ടയേർഡായിരിക്കും, ഇവൾക്കും വൈകാണ്ടിരിക്കും, വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല, താങ്കളുടെ സമയം തന്നെ ഞങ്ങൾക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞങ്ങള് കാശിന് വേണ്ടി ഡെയിലി വ്ളോഗ് ഇങ്ങനെ ആക്കിക്കൊണ്ട് നടക്കണം. ഡെയിലി വ്ളോഗ് ഇടുന്ന ആളുകളും കയ്യിലിരുന്ന വ്ളോഗുകൾ പോലും 3 മാസമായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ പപ്പി മമ്മി വന്നപ്പോ തൊട്ട് അവർ പോണ വരെയുള്ള വീഡിയോസ് കയ്യിലിരിക്കുക. നമ്മള് ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. ഞങ്ങൾക്കറിയാം. ഞാൻ എന്റെ അടുത്ത് ഓഫീസിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ജോലി നിർത്തിയിട്ട് നിനക്ക് ഇതിന്റെ പിന്നാലെ പൊക്കോടെ, ഇത് ആവശ്യമില്ല എനിക്ക്. ഞാൻ ആദ്യം കൈത്തൊഴിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ കൈത്തൊഴിൽ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആ കൈത്തൊഴിലാണ് എനിക്ക് വർക്ക് ചെയ്യണ VFX ആണ്. അപ്പൊ നമ്മള് ഇതിലെ ഭാഷ കിട്ടാൻ വേണ്ടി എന്ത് കോപ്രായം കാണിക്കുന്നവര്, കാശിന് വേണ്ടി എന്തും ചെയ്യുന്നവര് എന്ന് പറയുന്ന സംഭവം നമ്മുടെ അടുത്തല്ല. ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ജോലിയാ, സെക്കൻഡ് പ്രയോറിറ്റി യൂട്യൂബ് കൊടുത്തത്. അതും ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം കൊറോണ സമയത്ത് ടിക്ടോക്ക് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത് പെട്ടെന്ന് പോയിപ്പോ അപ്ലോഡ് ചെയ്യാണ്ട് വെച്ചിരുന്ന ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു. അത് ഇടാനായിട്ട് വെറുതെ ഒരു ചാനൽ തുടങ്ങിയ സൈഡിൽ വെച്ചതാ.
പിന്നെ കൊറോണ ടൈം ആയപ്പോ പണി തൊഴിലൊന്നും ഇല്ലല്ലോ, വീട്ടിലിരിക്കല്ലേ. മറ്റുള്ള ചാനലുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ അല്ല, നമ്മളെ കീറി മുറിക്കാനോ അല്ലെങ്കിൽ വേറെ ട്രോളന്മാരോ അല്ലെങ്കിൽ എന്തെടുത്താലും നമുക്കൊന്നും വരാൻ പോകില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മറ്റുള്ള ആൾക്കാരെ കീറി മുറിക്കുമ്പോ കുറെ ആൾക്കാർ അടിയധികം വല്ല ജോലി ചെയ്ത് ജീവിച്ചോടെ അല്ലെങ്കിൽ വല്ല പണിക്ക് പോക്കോടെ അല്ലെങ്കിൽ അത് ചെയ്ത് അവരും പറയാറുണ്ട്. നമ്മള് ഇത് നോക്കിയിരിക്കണവരല്ല, നമ്മള് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റിലുള്ള ലെവലില് ഞങ്ങള് അത് നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നത്തെ ഞങ്ങള് ബാംഗ്ലൂരുള്ളപ്പോ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന വ്യൂസും ഞങ്ങൾ ഇടുന്ന വ്ളോഗ്സും ആ രീതി നോക്കി കഴിഞ്ഞാൽ 700K 400K മേലേക്ക് വ്ളോഗ്സിന് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത്രയും നല്ല ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് പെട്ടെന്ന് വീഡിയോ ഞങ്ങള് വീഡിയോ ഇടാണ്ട് 1 മാസത്തോളം വരെ വീഡിയോ ഇടാണ്ടിരുന്നിട്ടുള്ള ഞങ്ങൾ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്. അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് തന്നെ കാണാനും ചിരിക്കാറുണ്ട്. ഞങ്ങളുടെ മക്കളുടെ വളർച്ച ഞങ്ങൾക്ക് അതിൽ കണ്ടാൽ അറിയാം. നാളെ ഒരു ദിവസം ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോ നമ്മൾ ചെയ്ത വീഡിയോസ് ഇപ്പൊ അപ്പൂസിനാണെങ്കിലും ആദിസിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും അത് കണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങള് ഇപ്പൊ എടുക്കണ വീഡിയോ ഞങ്ങൾ പണ്ട് എടുത്തുള്ള വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്. പണ്ടുള്ള വീഡിയോയില് ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പറയാറുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്നോട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിരുന്നത്. ഞങ്ങൾ അതേപോലെ തന്നെ അതുപോലെ എന്ന് വരെ ഞങ്ങൾ ഈ ചാനൽ ഞങ്ങൾക്ക് കൊണ്ടു നടത്താൻ പറ്റും. ഇപ്പൊ ഞാൻ പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, പക്ഷെ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് നിർത്തരുത് നിങ്ങൾക്ക് പറ്റും വിട്ടാൽ മതി എന്ന് പറയണം. അപ്പൊ വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ പൊന്നു സുഹൃത്തുക്കളെ ഇങ്ങനെയല്ല ശരിക്കും ചാനലിൽ വീഡിയോസ് ഇടുക, ഡെയിലി വ്ളോഗ്, ഓരോരോ കണ്ടന്റുകള് ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന് ആ ഒരാൾ എഴുതിണ്ടായിരുന്നു കണ്ടന്റ് ക്ഷാമം. ഫാമിലി വ്ളോഗുകാർക്ക് എന്ത് കണ്ടന്റ് ക്ഷാമം? രാവിലെ എണീക്കുമ്പോ ബെഡ്മ തൊട്ട് തന്നെ എടുത്തിട്ട് തുടങ്ങാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈറലായില്ലെങ്കിൽ മറ്റേ വീട്ടില് വഴക്കുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ഇറക്കി പറ്റൂന്ന് പറയാ. എന്നിട്ട് കുറച്ച് നാള് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ്ങിൽ എത്തിയത് പിന്നെയും പറയാ. അങ്ങനെ വീണ്ടും പോയ വ്യൂസ് കാറിനുള്ളിൽ കുളം കുത്തുക, അങ്ങനെ എന്തൊക്കെ വൈറലാവാനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. അതുപോലെ എന്താ പറയാ അങ്ങനെ ഇനി അടുത്ത കുറച്ച് കമന്റ്സ് ഇമാതിരി കുറച്ച് സാധാരണ ഒരാള് ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണ്, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. അയാളെ വലിയ കുഴപ്പമില്ലാണ്ട് ഇട്ടിക്കണേ. പക്ഷെ ആ പറഞ്ഞ ആളുടെ അടുത്ത് നമ്മൾ പേരൊന്നും പറയണില്ല. അപ്പൊ ആ പറഞ്ഞ ആളുടെ അടുത്ത് പറയാനുള്ളത് ഇങ്ങനെയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളെല്ലാ ഷോർട്ട് കോമഡി ചെയ്യണ പോലെ തന്നെയാ. അത് ആ ഒരു കോമഡി സീനിൽ ആ കോമഡി വർക്കൗട്ട് ആവണമെങ്കിൽ അങ്ങനെ ഞാനിങ്ങനെ വന്ന് ഇവന്റെ മേത്ത് അങ്ങനെ ആവുന്ന ഒരു സീൻ വേണം. എന്നാലല്ലേ അടുത്ത സീനില് 1 2 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് പിള്ളേരെ കാണിക്കുന്ന ഒരു സീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സീൻ ആ ഒരു സീന് ആവശ്യമുള്ള കോമഡിക്ക് വർക്കൗട്ട് ആവാനുള്ള ഒരു സീനാണ് ഞങ്ങളത് ചെയ്തത്. സിനിമകളിൽ അങ്ങനെ തന്നെയാണ്. ഒരു ഭാര്യയും ഭർത്താവും നമ്മളുള്ള ഒരു ഇന്റിമസി സീൻ ആ പടത്തിൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തില് അവർ തമ്മിൽ തല്ല് വെക്കണ സീനല്ല. ഇപ്പൊ സുരാജും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണില് സുരാജും നിമിഷയും തമ്മിലുള്ള ഇന്റിമസി സീനുണ്ട്. അത് ആ പടത്തില് സ്റ്റാർട്ടിങ് അങ്ങടെ അതാന്ന് തോന്നുന്നു. അത് ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സീൻ കാണിക്കാൻ വേണ്ടിട്ട് ആ പടത്തില് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണത്. അങ്ങനെ അതുപോലെ ഓരോ സീനുകൾ ആവശ്യമുള്ളത് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഒരു വൾഗറും ഒരു മോശമായിട്ടുള്ള കാര്യമില്ല. പിന്നെ വേറെ ചിലവര് നിങ്ങൾക്കൊന്ന് പണിക്ക് പോയിട്ട് അത് പറഞ്ഞു പണിക്ക് പോയിട്ടാ ജീവിക്കണത്. ഇതിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ പബ്ലിക്കിന് കൊടുക്കണേ? ഇതില് ഈ യൂട്യൂബ് യൂട്യൂബിൽ എല്ലാ വീഡിയോ മെസ്സേജ് കൊടുക്കുന്ന വീഡിയോസ് ആണോ സുഹൃത്ത്? അല്ല, ഞങ്ങളൊക്കെ പേരിട്ട് പറയണത് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങള് പറയാറുണ്ട് ഞങ്ങളുടെ പിന്നെയും കുറെ ഗുഡ് മെസ്സേജുകൾ ആളുകൾക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വ്ളോഗ്സ് കണ്ടാൽ തന്നെ വൈബാണെന്നും പോസിറ്റീവ് മൈൻഡ് വരുന്നു അവര് പറയുന്നു. നമ്മള് ചിലപ്പോ വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആയിരിക്കും. പേര് പറയാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വ്ളോഗറുടെ പേര് പറയാം. പല വ്ളോഗേഴ്സും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെ ഈ പബ്ലിക്കിന് എന്ത് ഇത് കൊടുത്തിട്ടാണ് ഇപ്പൊ ഒരാൾ ഈ കുളം കുത്തിയ ഒരാൾ തന്നെ കേട്ടോ എന്നിട്ട് പബ്ലിക്കിന് കൊടുത്തു. ഞങ്ങള് ഈ വീഡിയോ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുഡ് മെസ്സേജ് കൊടുത്തിരുന്നു അതൊക്കെ വീട്. ഈ യൂട്യൂബിന്ന് ഗുഡ് മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ ശാലോൺ ടി വി വെച്ചിരുന്നാ പോരെ. ഞങ്ങളുടെ ചാനല് ശാലോൺ ടി വി അല്ല. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കാനുള്ളതാണ്. നിങ്ങൾ കാണണോ കാണണ്ടോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ലേ? വാർത്താ ചാനൽ നോക്കിയാലും എന്ത് ചാനൽ നോക്കിയാലും എന്ത് മെസ്സേജാണ് എനിക്ക് പറയാൻ എന്തിനുള്ളൂ. ഇന്നത്തെ കാലത്ത്
TV ഓപ്പൺ നിങ്ങൾ ചെയ്യുന്നുണ്ടോ വീട്ടില്? ജനിച്ച് വീണ കുട്ടി മുതല് അട്ടം നോക്കി ചാവാൻ കിടക്കണ മുത്തച്ഛൻ വരെ ഇരുന്ന് ഫാമിലി ആയിട്ട് ഇരുന്ന് TV കാണുന്നുണ്ടോ? എന്താണ് TV നിങ്ങൾ കാണുന്നത്? ഒരു കെട്ടിപ്പിടുത്തോ, ഉമ്മ കൊടുക്കലോ, കെട്ടിമറയലോ, ഇന്റിമസി സീൻസോ, വൃത്തികെട്ട സീനുകളും പരസ്യങ്ങളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും സീരിയലിലാണെങ്കിലും വാർത്താ ചാനലിൽ വരെ അവിഹിതം, പീഡനം, ഈ വക സാധനം മാത്രമുള്ള ഇന്നത്തെ ഈ കാലത്താണോ നിങ്ങൾ ഗുഡ് മെസ്സേജ് നിങ്ങളുടെ വീഡിയോയിൽ എന്താണെന്ന് ചോദിക്കാനുള്ള? ഞങ്ങൾ ഒരുപാട് ഗുഡ് മെസ്സേജ് കൊടുക്കുന്ന വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിലൊന്നും ഈ പറയുന്ന ഐഡികളിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ കമന്റ് നന്നായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇത് കണ്ട് അപ്പുറത്തുള്ള ആളുടെ മുഖത്ത് ഒരു ചിരി, ഒരു സെക്കൻഡ് ഞങ്ങൾ ചിരിച്ചു മരിച്ചു എന്ന് പറയാൻ തോന്നിയെങ്കിൽ അത് ഞങ്ങളുടെ ഒരു ഗുഡ് മെസ്സേജ് തന്നെയാണ്. അയാൾ ടെൻഷനിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ചിരിക്കും, റിലാക്സ്ഡ് ആവും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സംബന്ധിച്ച് അത് ഗുഡ് മെസ്സേജ് ആണ്. നിങ്ങൾ TV തുറന്ന് സീരിയലിൽ കാണുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടുന്നത്? സീരിയൽ മുഴുവൻ അവിഹിതങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരച്ഛന് 4 കല്യാണത്തിൽ 10 കുട്ടികളുണ്ടാവും. അമ്മയ്ക്ക് മക്കളേതാണെന്ന് അറിയില്ല, അച്ഛന് ഭാര്യേനെ അറിയില്ല. ഈ വക സാധനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇറങ്ങണ പടങ്ങളില് ഫാമിലി ആയിട്ട് നിങ്ങൾ കാശ് അങ്ങോട്ട് കൊടുത്തു പോയി കാണുന്നു. എത്ര ലവ് അയാൾ കിടന്ന് സ്വല്പം സ്വപ്നം കാണുന്നതായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷെ ആ ഒരൊറ്റ പാട്ടിൽ കാണിക്കാവുന്ന എല്ലാ വൃത്തികേടും കാണിച്ചിട്ടുണ്ടാവും അല്ലെ? എന്നിട്ട് നിങ്ങൾ വീട്ടുകാരായിട്ട് എടുത്ത് കണ്ണൊക്കെ പൊത്തും മോളെ ഗുഡ് മെസ്സേജ് ഇല്ല എന്ന് പറഞ്ഞാൽ പടം കാണാണ്ടിരിക്കില്ല. ഓഫ് ചെയ്യുന്നുണ്ടോ TV? അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാണ്ടിരിക്കുന്നുണ്ടോ? സീരിയൽ കാണാണ്ടിരിക്കും. നിങ്ങൾ ഈ അടുത്തിറങ്ങിയുള്ള ഏത് പടം എടുത്താലും, എങ്ങനത്തെ പടം എടുത്താലും അതിൽ ഇങ്ങനത്തെ ഏതെങ്കിലും സീൻ ഉണ്ടാവും, എന്തെങ്കിലും ഡയലോഗ്സ് ഉണ്ടാവും, ഈ വൾഗറായിട്ട് പറയുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഒന്നും ഒക്കെ ഈ സെക്കൻഡ് അർത്ഥം വെച്ചിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കണ്ടുതന്നെയാ വളരെ നിങ്ങൾക്ക് ഗുഡ് മെസ്സേജ് കിട്ടിയിട്ടാണ്. അപ്പോൾ എന്ത് തേങ്ങ കൊല്ല പിന്നെ നിങ്ങൾ പണ്ടെന്ന് പറയണ സിനിമകളിലൊന്നും ഇങ്ങനത്തെ ഡയലോഗുകൾ അധികം ഒന്നും ഉണ്ടാവും. ഇങ്ങനത്തെ ഡയലോഗ് ഇല്ലെങ്കിലും ഇന്നത്തെ ബോളിവുഡ് നടിമാര് ഇടുന്നതിന്റെ വെല്ലുന്ന സൈസുള്ള സാധനങ്ങൾ ഇട്ടിട്ട് പണ്ടത്തെ നസീറിന്റെ കാലത്തുള്ള ഓരോ സിനിമകളിലെ എന്താണ് ആ കാലഘട്ടത്തിൽ ഓരോ പെണ്ണുങ്ങളുണ്ട്, അനുരാധി അനുശ്രീയോ ബാർ ഡാൻസ് ഒക്കെ കാണിക്കും. ഇങ്ങനെ കുളിക്കിട്ട് വള്ളി വരയും. ഇപ്പൊ സീമയുടെ ആ ഒരു പാട്ട്, ഏതാ ഒരു പടം, അതിലൊക്കെ നൂൽ ബന്ധമില്ലാത്ത സാധനമായിട്ടുള്ളതൊക്കെ അന്ന് നിങ്ങളുടെയൊക്കെ മുത്തശ്ശന്റെ നിങ്ങളുടെയൊക്കെ കാര്യം അടങ്ങില്ല. ഞങ്ങളുടെയൊക്കെ അപ്പനമ്മമാരുടെ കാലം തൊട്ടുള്ള പടങ്ങളിൽ വരെ ഈ വക സാധനങ്ങൾ കണ്ടു വളർന്നിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാ കിട്ടിയിരുന്നത്? എന്നിട്ട് നിങ്ങൾ പുളകിതരായിട്ടിരുന്ന് കണ്ടിരുന്നില്ലേ? അപ്പൊ നിങ്ങള് ഒരു മോശമുള്ള കാര്യങ്ങളും ഞങ്ങളുടെ ഈ കോമഡി വീഡിയോയിൽ ഇല്ല. പിന്നെ ചുമ്മാ ചൊറിയാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും തുടങ്ങിയ കാലം തൊട്ട് പറയണ കാര്യം, ചുമ്മാ ചൊറിയാൻ വേണ്ടി ചൊറിയണ്ട. ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിടും. ഇതിന്റെ അടിയില് ഇതിന് ലൈക്ക് അടിക്കാനും അല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ള കാര്യമുള്ള. പക്ഷെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യണേനൊരു ഒരു അന്തസ്സില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണ്ട. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾ നാമില്ലാത്തവർന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കാണിച്ചു. ഒരാളുടെ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കിട്ട് എന്താ അഭിമാനം നാട്ടിൽ, സ്വന്തം നാട്ടിൽ എന്താ? അയ്യോ എന്റെ നിങ്ങൾ ഇതൊക്കെ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും മറ്റു നടീനടന്മാരോടൊക്കെ പോയി പറയട്ടെ. സീരിയലിലും അതിലും എങ്ങനെ ഞങ്ങളുടെ ക്യാഷ് വെക്കാൻ സ്ഥലമുണ്ട്, 5-6 ആൾമാര് മേടിച്ചു വെച്ചിരിക്കുക. ഞങ്ങള് ആള് ചിലപ്പോ അഭിമാനിയായിരിക്കും. ആള് ഭയങ്കര അഭിമാനി. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ പേരൊന്നുമില്ല, അഭിമാനിയാണ്. ഭയങ്കര അഭിമാനികളാണ് ഇവരൊക്കെ. നൈറ്റ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഏതാണ് ആ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ ലൈവിന്റെ അടിയിലൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ. മനസ്സിലായില്ലേ? പിന്നെന്തിട്ടാണ് ആ ചെക്കൻ കണ്ടിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? ആ ചെക്കൻ കണ്ട എന്ത്? ആ ചെക്കൻ കണ്ടെന്ത്? ആ ചെക്കനോട് നമ്മള് ശബ്ദം ഉണ്ടാക്കുമ്പോ ഇങ്ങോട്ട് വന്നോളോ, അപ്പൊ ഈ സീനാണ് അടുത്തത് എടുക്കാന്നൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കണ്ടിരുന്നെങ്കിൽ ഇത് എന്ത് എന്താ? അല്ല, ഈ +2 പഠിക്കുന്ന ഒരു മോന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂ സിനിമയിൽ കാണുന്ന പാട്ട് സീനിൽ കാണുന്ന പോലെ പൂ വിരിഞ്ഞിട്ട് ആ കുട്ടീന്റെ അവിടെ വെച്ചിട്ടിരിക്കുന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛനെയും അമ്മയുടെയും സെക്സ് മനസ്സിൽ കണ്ടുറങ്ങണ ആളായിരിക്കും. അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് ഇങ്ങനത്തെ ചിന്താഗതി വരിക. ഞങ്ങളുടെ മക്കൾ അതൊന്നും ആലോചിച്ച് നടക്കുന്നതല്ല. വീഡിയോ എടുക്കാണ്, ആക്ട് ചെയ്യാണ്. അവനെ പഠിക്കുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ കളിക്കുന്നിടത്തുനിന്നോ അരമണിക്കൂർ നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോ എന്താണ് ഈ സ്ക്രിപ്റ്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിന്റെ സീൻ ഇങ്ങനെ, നമ്മുടെ സീൻ ഇങ്ങനെ. ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം ശരിയാവില്ല, അപ്പോൾ ഗുണ്ടിയിടയിൽ വന്ന് ടേക്ക് എടുത്ത് ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്ത കാര്യം കൊണ്ടാണ്. അത് ഷുവറാണ്. ഈ പറയണ കണ്ണു തുറന്ന് കാണുന്നത് മുഴുവൻ കാണുന്നതെല്ലാം സെക്സ് എന്ന് വിചാരിച്ച് നടക്കുന്ന കുറെ വൃത്തികെട്ട ഡാഷ് മക്കളുണ്ട്. ഇതുപോലെയുള്ള മനസ്സിലായില്ലേ? എന്ത് കണ്ടാലും അത് കണ്ടു കഴിഞ്ഞാൽ അത് സെക്സ്.
ഒരു വള്ളിയിട്ട് ഒരു ഡ്രസ് ഇട്ട് കിടന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിക്കുക. കാരണം കട്ടത്തെ രോമം, മറ്റോടത്തെ രോമം, ഇതിലത്തെ രോമം, അല്ലെങ്കിൽ അത് ഉണ്ട്, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ കണ്ട് അതാണ് നോക്കാതിരിക്കണം. ഞങ്ങള് രണ്ടുപേരും ഒരു ഫോട്ടോ ഇട്ടായിരുന്നു ഇൻസ്റ്റയില് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ സീവലസ് യെല്ലോ ഉടുപ്പുണ്ട്, അറിയണവർക്ക് അറിയാം. അത് ഇവിടെ ഞായറാഴ്ച ഉച്ചക്ക് നട്ടുച്ചക്ക് അത് ഇട്ടിക്കണത്. അത് എന്റെ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കി വെച്ചു എടുത്തതാണ്. ഞങ്ങള് രണ്ടാളും കൂടിയിട്ട് ഒരു ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാ മറ്റേത് ഫോട്ടോ ഇട്ടാലും ലൈക്കും ഇല്ല, മറ്റേത് ഫോട്ടോ ഇട്ടാലും ഒരു 500 ലൈക്ക് അല്ലെങ്കിൽ 1K ലൈക്ക് വരിക. ഇത് ഇട്ട വഴിക്ക് ഇട്ട് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 10 ലൈക്ക്, ഒന്നുകൂടി സ്ക്രോൾ ചെയ്യുമ്പോ 50 ലൈക്ക്. അപ്പൊ പൊന്നുകൂടി വേണ്ട, ഇപ്പൊ കേറും. ഇങ്ങനത്തെ സാധനങ്ങളാണ്, ഇങ്ങനത്തെ വിചാരിച്ച ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് ആവശ്യം. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ് വരുന്ന. പക്ഷെ ദൈവം സഹായിച്ച ആകെ 2-3 പെണ്ണുങ്ങൾ ചൊറിഞ്ഞതുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും അടിപൊളി നൈസ്. അതായത് അവർക്ക് ബുദ്ധിബോധമുണ്ട്. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം നട്ടുവെച്ചേക്ക് ഞങ്ങൾ എടുത്ത പള്ളിയിൽ പോയി വന്നതിന് ശേഷം എന്റെ സീവ്ലെസ് ഡ്രസ്സിൽ എന്റെ മുടി ഇങ്ങനെ കിടക്കുമ്പോ വിച്ച് ഇങ്ങനെ പിടിച്ചത് കൊണ്ട് അത് ഒരു ബ്ലാക്കിഷ് മോഡിലാണ് ആക്കിയിരിക്കണേ. അങ്ങനെ ആക്കാനുള്ള കാരണം തന്നെ എന്റെ യെല്ലോ ഡ്രസ്സ് ഇവിടെ ഉണ്ട്, മനസ്സിലായോ? അത് ബ്ലാക്കിഷ് ആയതുകൊണ്ടാണ് അത് കാണാത്തത്. അപ്പൊ പക്ഷെ ഞങ്ങൾക്ക് ഈ തുണിയിലാണ്ട് കിടക്കണ വീഡിയോ ഒന്നും ഇടാനായിട്ട് ഞങ്ങൾക്ക് ഓളമട്ടൊന്നുമില്ല. അത് ഈ യൂട്യൂബിൽ ഇട്ടിട്ട് ആകെ ചെറിയ 3 വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കണേ നല്ലത് വേറെ വല്ലയിടത്തിട്ട് കാശുണ്ടാക്കല്ലേ ഞങ്ങൾക്ക് നല്ലത്. ഇത് കേൾക്കാതിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടുന്നവര് മിനിമം ഈ ഇടുന്നവര് നമ്മളെ മറ്റേതെങ്കിലും വീഡിയോന്റെ ഇടയിൽ വന്ന് നിങ്ങളുടെ ഐഡിയിൽ നിന്ന് ഒരു നല്ല മെസ്സേജ് ഇന്നേ വരെ ഇട്ടുണ്ടോന്നൊന്ന് ആലോചിക്കുക. അപ്പൊ തന്നെ അറിയാം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഇന്ന് ഇവരുടെ ഒരു സാധനം എടുത്തിട്ട് 2 പെട്ടയ്ക്ക. മറ്റേ ബൈബിള് പറഞ്ഞ പോലെ തെറ്റ് പാപം ചെയ്തവരെ കല്ലെറിയ പോലെ നിങ്ങള് പാപം ചെയ്തിട്ടില്ലെങ്കിൽ കല്ലെറിയ. പിന്നെ ഞങ്ങളൊരു കാര്യം വേണ്ടത്, നിങ്ങൾക്ക് നാണമില്ലേ, മറ്റേതില്ലേ മറിച്ചതില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ചാനലില് ഇഷ്ടമുള്ള വീഡിയോസ് ഇടുന്നു. അത് മറ്റുള്ളവർക്ക് കാണാൻ പാടില്ല തോന്നുന്നു. കാരണം ഞങ്ങളുടെ ഫാമിലി ഇത് കാണുന്നതാണ്, ഞങ്ങളുടെ മക്കള് കാണുന്ന, അവരുടെ ഫ്രണ്ട്സ് കാണുന്നു, കസിൻസ് കാണുന്നു. എന്റെയൊക്കെ കസിൻ ഉണ്ട്, കട്ട കസിനൊക്കെ അവളൊരു വിത്ത് സെക്കൻഡുകളിൽ വിളിച്ചു ചില വീഡിയോ അല്ലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ വീഡിയോ വേറൊരാൾ എടുത്ത് വരെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്നെ അവള് വിളിച്ച് ഷെയർ ചെയ്തിട്ട് പറയും, എടി നീ ഇത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ വേറെ ചാനൽക്കാർ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. കുഴപ്പമില്ല, അവരിട്ടോട്ടെ, അവരെ വയറ്റിപ്പഴുപ്പ്. ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ നല്ല റീച്ച് ആയിട്ടുള്ള വീഡിയോസ് അവരിട്ട് അവർക്ക് പൈസ കിട്ടും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ ആളുകൾ എടി ഈ പിക്ക് നിങ്ങൾ കണ്ടായിരുന്നോ, നിങ്ങൾ പോസ്റ്റ് ചെയ്തതാണോ, അതെ, ഓക്കെ. കാരണം നമ്മളെ ശ്രദ്ധിക്കാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നമ്മളെ കെയർ ചെയ്യാനൊക്കെ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവള് വേറെ ആരെങ്കിലും ആണോ അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആരും അത് കൊടുത്ത് ബേജാറാവണ്ട. നമ്മളെങ്ങനെയുള്ളവരാണെന്നും നമ്മൾ മാക്സിമം പോയ എവിടെ വരെ പോകുന്നും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് മോശക്കാരായിട്ട് അങ്ങനെ ജീവിക്കുന്നവരല്ല, ഇനി ജീവിക്കാൻ പോകൂല. അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ അങ്ങോട്ട് ചാവുള്ളൂ. അതിനുള്ളൊരു ഗതികേട് വരാനൊന്നും പോണില്ല. പിന്നെ ഒരു പരനാരയായിട്ടുള്ളത് നല്ല ഫാമിലി, മോനെയും കാണിച്ച് നാട്ടുകാരെയും കാണിച്ച് ഡോറിന്റെ കുറ്റി വൈകാതെ നിന്റെ മോൻ തന്നെ ഇളക്കി മാറ്റിയോളും, ചെറിയ പയ്യനല്ലല്ലോ. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ആള് ഇവന്റെ അച്ഛനമ്മയും കിടന്നുറങ്ങുമ്പോ ഡോറിന്റെ കുറ്റി നേരത്തെ ഊരി ജനലിന്റെ കമ്പി ഊരിയിട്ട് ക്യാമറയും വെച്ചിട്ട് പറയാം ബിനോജ് കുമാർ. അപ്പൊ ബിനോജ് കുമാറിന്റെ വീട്ടില് അച്ഛനമ്മ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച, പെങ്ങളുണ്ടെങ്കിൽ തുണി മാറുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവരോട് പറയണ്ട, ബിനോജ് കുമാറിനോടല്ല. അതാ പറഞ്ഞത്. ബിനോജ് കുമാറിന്റെ പെങ്ങളും ബിനോജ് കുമാറിനെ അറിയുന്നവര് ഉണ്ടെങ്കിൽ പോയി പറഞ്ഞാലും മതി. അപ്പൊ അവൻ ഈ ഡോറിന്റെ കുറ്റിയും ജനലിന്റെ കുറ്റിയൊക്കെ ഊരിയിട്ട് സീൻ പിടിക്കാൻ ഇരുന്ന് സ്വന്തം വീട്ടിലെ സംഭവങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അവന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവ ഇവിടെ പറയണത്. അവന്റെ തന്തയല്ല ഇവിടെ ഉള്ളവരുടെ തന്തയും തള്ളിയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഇട്ടിട്ട് ഇവിടെ അളക്കണ്ട, കേട്ടില്ലേ? അങ്ങനത്തെ ഒരു ഞരമ്പ് ഞങ്ങളുടെ മക്കൾക്ക് എന്തായാലും ഇല്ല, മനസ്സിലായില്ലേ? പുറം നാട്ടില് സെറ്റിലായി ജീവിച്ച ഒരു മോനാണ്. അപ്പോ തുണി ഇല്ലാണ്ട് ഒരു വള്ളി ബിക്കിനിട്ട് അപ്പുറത്തും നടക്കുന്ന മതവന്മാരും സായിപ്പന്മാരും ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ജീവിച്ചവർക്ക് ഇവിടെ ഇതൊന്നും ഒരു വിഷയമല്ല. താനൊക്കെ ഒരു അമേരിക്കയിൽ സെറ്റിലായ ചുറ്റുള്ള വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പെട്ട് കൂട്ടൂലടോ. അല്ല, അവരുടെ വേഷം അവിടെ
നോർമലി വള്ളി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോ താൻ ഇമ്മാതിരി സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി വീഡിയോ ഇടുമ്പോ പിന്നെന്താ അപ്പൊ മറ്റേ വേറൊരു സാധനത്തെ BPL അങ്ങനത്തെ സ്ഥലങ്ങളില് കളി തന്നെ വിഷയം. എവിടെ വിഷയം? നമ്മുടെ അതിലെ വിഷയം കോമഡിയാടോ. അതല്ലേ അത്ര അധികം ആൾക്കാരെ സപ്പോർട്ടോട് കൂടി അതാണ് കറക്റ്റ് ബാക്കി തന്തയ്ക്ക് തള്ളക്ക് ഉണ്ടായതല്ല, ഇടിവെട്ടിൽ അറിയാണ്ട് ഉണ്ടായിട്ടുള്ള കൂണുകള് പറയില്ല അങ്ങനത്തെ സാധനങ്ങളാണ്. പ്രശാന്ത് രമേശ്, ജോയ്സൺ ജോൺസൺ ഇതൊക്കെ മറ്റേ ഇടിവെട്ടുമ്പോ കളിയൊന്നും കാര്യമായിട്ട് കിട്ടണല്ലേ കളിയുടെ ഇടാമോന്നൊക്കെ വീട്ടിലൊന്ന് പറഞ്ഞു. ഇതില് ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ വീഡിയോ ആലോചിച്ചിട്ടാ ഞാൻ മനസ്സിലായ ഏത് ഇതുപോലൊരു കോമഡി വീഡിയോക്ക് വന്നിട്ടാണ് ചെയ്യണേ. അതാണ് ഏറ്റവും വിറ്റ്. അതും ഞങ്ങള് കെട്ടിയോളാണ്. അതും ഞങ്ങൾക്ക് ഇപ്പോഴും അത് കോമഡി വീഡിയോ. ഇനി നീല ചിത്രവും ഇറങ്ങും എന്നാണ് തോന്നുന്നത്. നോക്കിയിരുന്നു നോക്കിയിരുന്നാട്ടാ. അപ്പൊ അതാണ് തെക്ക് മറ്റേ മോഹൻലാൽ അതാണ് തെക്ക്. അങ്ങോട്ട് നോക്കിയിരുന്നോ ഇപ്പൊ വരും ഓൻ മറ്റേ ആളുടെ പേരെന്ന് പറഞ്ഞു കൊടുക്കൂ. നീല ചിത്രത്തിന്റെ ആളാ. എല്ലാരും ഒന്ന് കരുതിയിരുന്നോളൂ. 4 ലൈക്കിന് വേണ്ടി എന്തോരം കാട്ടിക്കൂട്ടലാണ് ബെഡ്റൂമിൽ ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ പരസ്യമായി. എന്ത് വീഡിയോ എടുക്കുന്നു? അപ്പൊ ഈ ബെഡ്റൂം സീനുകൾ തന്നെ നാട്ടുകാരുടെ മുമ്പിൽ വലിയ തിയേറ്ററിലും ടിവിയിലും ഒക്കെ കാണുന്ന രീതിയിൽ ഇത്രയും വലിയ ആക്ടേഴ്സ് മക്കളുടെ മക്കളൊക്കെ ഉള്ളവര് ഷൂട്ട് ചെയ്ത് വിടുമ്പോ ഇതൊക്കെ പോയി അങ്ങോട്ട് കാശ് കൊടുത്ത് കപ്പലണ്ടി കുറച്ചിരുന്ന് കാണില്ലേ? അയ്യാൻ പല്ലാൻ ചോദിച്ചാ ദിസ് ഈസ് ആക്ടിങ്. ടേക്ക് ദാറ്റ് സ്പിരിറ്റ്. ഓക്കെ, ഇനി ഇതിലും കൂടുതലുണ്ട്. കാരണം അതില് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കമന്റുകളാണ്. അപ്പൊ നമ്മള് കുറച്ച് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. പിന്നെ വീഡിയോ എടുക്കണതിന്റെ ഉദ്ദേശം വേറെ ഒന്നല്ല. ഇനി ഈ കമന്റ് വരുന്നവർക്ക് ഈ ഒരു ലിങ്ക് ഇട്ടാൽ മതി. കാരണം ഞങ്ങൾക്ക് സപ്പോർട്ട് 9 ദിവസത്തെ കമന്റ്സ് ബാലൻസ് എടുക്കാം. വയ്യ ഞങ്ങൾക്കൂടെ അറിയാം. ഞാൻ വീണിട്ട് ഇരിക്കുകയാണ്. അതിന്റെ കൂടെ മക്കൾക്ക് ഞങ്ങൾക്ക് പനി, ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന, അതിന്റെ ഇടയിലൊക്കെയാണ് ഈ വക സാധനങ്ങൾ. അപ്പൊ നമ്മൾക്ക് വീഡിയോസിന് കമന്റ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും കൊടുക്കുന്ന ആൾക്കാരാണ്. കുറെ നിങ്ങൾക്ക് കാണുമ്പോ ഓരോ വീഡിയോന്റെ അടിയിലെ കമന്റ് കാണും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ മുതൽ അവസാനമായിട്ട വീഡിയോ വരെയുള്ളത് YT സ്റ്റുഡിയോയിൽ ചാനലുള്ളവർക്കാണ് ഞാൻ വന്ന് കിടക്കണ്ടോ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെയാണ് നമ്മൾ മറുപടി കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലവോ ലൈക്കോ ഒരു റിപ്ലൈയോ താങ്ക് യു ഇരിക്കുന്നവരുണ്ടാവും. സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ലെവലില് വീഡിയോ എടുക്കണ കുറെ കപ്പിൾസ് ഉണ്ട്. അവിടെയാണ് ഇതൊക്കെ പോയി പറയണ്ടത്. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും ഘട്ട ലെവലില് വീഡിയോ എടുക്കണവരുണ്ട്. ഘട്ട ലെവൽ എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയും ഈ ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ലെവലില് റീച്ച് ആവാൻ വേണ്ടി ഒരേ പാറ്റേണില് മോശമായിട്ട് അത് ന്യൂഡായിട്ടാണെങ്കിലും ഇന്റിമസി ആയിട്ടാണെങ്കിലും എന്തോരം ചാനൽസ് അങ്ങനെ സാധനങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് കോമഡിക്കല്ല, ശരിക്കും അതില് കോമഡി അല്ല, അവര് റിയൽ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കണവരാ. 80% ഈ വൾഗറും അത് ആ ഒരു മൈൻഡോട് കൂടിയിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ലെവലിലാണ് ആ വീഡിയോ എടുക്കണത്. അതില് 20% ഒരു കോമഡി പോലെ ചെയ്യും, പക്ഷെ അത് കോമഡിക്ക് അല്ല അത് പോവാ. നമ്മുടെ പക്ഷെ കോമഡിക്ക് വേണ്ടിട്ടാണ് നമ്മളതില് ഇതില് 80% നമ്മള് കോമഡി, ബാക്കി 20% നമ്മള് കാണിക്കാനുള്ള ഒരു സീനാണ് അത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിട്ട് അത് ഞങ്ങളെന്നാ ഡയറക്റ്റ് ഞങ്ങള് ചുണ്ടോണ്ട് മറ്റേ കടിച്ചു പറയുന്നത് കാണിച്ചിട്ടില്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ നിന്നിട്ട് വെറുതെ ഞങ്ങൾ അന്ന് ഇവിടെ പറഞ്ഞിരുന്നത് ഫുള്ള് തമാശ കോമഡി. ഞങ്ങള് ഞങ്ങള് കാണിച്ചോണ്ടിരിക്കുന്ന നോക്കിട്ട് വേറെ കാര്യങ്ങളൊക്കെയാ പറയണത്. 2 വീഡിയോയിൽ ഒരെണ്ണം ഒന്ന് വീണതും ഡോർ തുറന്ന് വരുമ്പോ പുഷപ്പ് ചെയ്യുന്നത്, പിന്നെ എന്റെ ലിപ്സ്റ്റിക്ക് വിച്ചുവിന്റെ മുഖത്താവണത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പരത്തി പൊന്നെനിക്ക് പരറ്റാൻ അല്ലാണ്ട് ഞാൻ എന്റെ ചുണ്ടിട്ട് ഉറച്ചിട്ടായതല്ല. ഇവിടെ വന്നിട്ട് ഞങ്ങള് അന്നത്തെ ആ വീഡിയോ എടുക്കണേക്കാളും മുന്നേ നമ്മളിവിടെ എന്തോ വീഡിയോന്റെ കാര്യം അത് ഇതും പറഞ്ഞിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ടുണ്ട്. അത് പറ്റില്ല ഇത് പറ്റില്ല ചൂടായിട്ട് നിൽക്കുന്ന. എന്നിട്ട് പോലും ഞങ്ങള് ഇവിടെ ഇത് ചെയ്യുമ്പോ
അടുത്തടുത്ത് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് അപ്പോഴും ഞങ്ങൾ കോക്കറി കാണിച്ചോണ്ടിരിക്കണ മുഖത്ത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും ഇങ്ങനെയൊക്കെ. അല്ലാണ്ട് അവിടെ നിന്നിട്ട് ഞങ്ങള് നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ വേറെ സീൻ ഷോട്ട് എടുക്കുമ്പോ അത്രയും ബാക്കി. ഇപ്പൊ നമ്മുടെ സുരാജിന്റെ ഒരു പുതിയ പടമാണെങ്കില് ഗ്രേസിന്റെയും രാധിക കുലുക്കി വീണ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ഉണ്ട്. അതില് ഗ്രേസും സുരാജ് വെഞ്ഞാറം വിടും. സുരാജിനോട് ചോദിക്കും ജോസേട്ടന് കുതിര ഓടിക്കാൻ അറിയുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓടി ചാടി ബെഡിൽ വന്നിരുന്നിട്ട് കിസ് ചെയ്യാൻ പോലെ മുഖം ഇങ്ങനെ വരുന്ന ക്യാമറ ഷോട്ട് ഇവിടുന്നാണ്. ഈ സുരാജ് കുടുംബമുള്ള ആളാ, ഗ്രേസും കുടുംബമുള്ള ആളാ. സുരാജിന് 3 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. ഈ ഗ്രേസിന്റെ ഈ മുഖം ഇവിടെ വെച്ച ഷോട്ടേ അവിടെ നിന്ന് എടുക്കണുള്ളൂ. അല്ലാണ്ട് അവര് തമ്മിൽ മുത്തി കളിക്കല്ല. സുരാജ് മുഖം മറിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധിയും ബോധം വേണം. ഇനി ഇത് ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ അവരുടെ മുമ്പിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അവര് ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ അവര് വളർന്നിട്ടും അവര് ഞങ്ങളെ ഉമ്മ തരാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. അതില് ഈ ഹഗ് കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക കമന്റ് ഇടുന്നവരുടെ ഞരമ്പ് രോഗികളുടെ പോലത്തെ സെക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇതുള്ളത്. ഇതൊരു വികാരമാണ്. ഒരു അമ്മ മോന് കൊടുക്കണതും ഒരു മകൻ അച്ഛന് കൊടുക്കണതും ഒരു മകൾ അച്ഛനെ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ മോശമാണോ? നിങ്ങളുടെ കണ്ണിൽ അത് മോശമായിരിക്കും. അപ്പൊ അത് വാത്സല്യം കൊണ്ട് കിസ്സും ഹഗ്ഗും ചെയ്യും, സ്നേഹം കൊണ്ട് ചെയ്യും, ഇഷ്ടം കൊണ്ട് ചെയ്യും. അല്ലാണ്ട് സെക്സിന് വേണ്ടി മാത്രം കിസ് ചെയ്യണേ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സെക്സ്. അല്ലെങ്കിൽ ഞാൻ ഇവന്റെ ഫ്രണ്ട്സിനെ വരെ ഹഗ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇവനറിയാം. ഞാൻ പണ്ടേ അങ്ങനെയാ ഷെയ്ക്കേണ്ടി കൊടുക്കും. ഇതൊക്കെ അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഈ പെണ്ണിനെ കാണുന്നവരുടെ മുഴുവൻ സെക്സ്. ആരെങ്ങനെയൊക്കെ ചിന്താഗതി നിങ്ങൾക്ക് കൊണ്ടു തന്നെ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോ അത് പൊട്ടയാണ്, വൃത്തികേടാണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്തൊരു കൈ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പെണ്ണ് ഇപ്പൊ ഞങ്ങള് ഈ വഴി കൂടെ പോകുമ്പോ ഞങ്ങൾ ഒരുപാട് പയ്യന്മാരെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പെൺപിള്ളേരെ കാണാറുണ്ട്. ഞങ്ങളെ അറിയണവരാണെങ്കിൽ ഞങ്ങൾ ചിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പയ്യന്മാരുടെ അടുത്ത് നീ പോകുമ്പോ നീ ചിരിക്കാറില്ലേ? ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ പള്ളിയുടെ അവിടെ കുറെ ബ്രോസ് ഇരിക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് എന്റെ വീടിന്റെ അവിടെ എനിക്ക് ഇവരെ അറിയില്ല, ചിരിക്കും. ഞാൻ അങ്ങോട്ട് വർത്താനൊക്കെ പറയും. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടില് എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറുണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പൊ ആ ചേട്ടന്മാരെ രതീഷ് ചേട്ടൻ, ജോഷി ചേട്ടൻ, അല്ലെങ്കിൽ സാഞ്ചോ, എന്റെ ചേട്ടൻ, മെവിൻ ചേട്ടൻ, ചിഞ്ചു, ശരത്ത്, അങ്ങനെ അവരൊക്കെ ഒരു ഗ്യാങ്ങായിട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. അപ്പൊ അതിലെ ഞാൻ പോകുമ്പോ അവർ നോക്കി ചിരിക്കും. അവര് നമ്മളെ മുഖം ഫേസ് ആവുകയാണെങ്കിൽ ചിരിക്കും. ഞങ്ങള് ഏത് കടയിൽ പോയാലും അല്ലെങ്കിൽ ഞങ്ങള് എല്ലാവരായിട്ട് സംസാരിക്കും. എല്ലാ പ്രായത്തിലുള്ളവര് സംസാരിക്കും. അവിടെ പെണ്ണുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വിച്ചു അവിടുത്തെ ചേച്ചിമാരാണെങ്കിലും ഗേൾസിനോടാണെങ്കിലും സംസാരിക്കും. ഞങ്ങള് ജസ്റ്റ് അവരിനെ ഒന്ന് കോമഡി അടിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി അത് ഞങ്ങള് വെറുതെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. ഞങ്ങൾ അങ്ങനെയാണ്. തൃശ്ശൂരും അങ്ങനെ തന്നെയാണ്, ബാംഗ്ലൂരും അങ്ങനെ തന്നെയാണ്, ട്രിവാൻഡ്രത്ത് അങ്ങനെയാണ്. പല കടകളിലുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ശരിക്കും ഡയറക്റ്റ് അറിയുള്ളൂ. ഇപ്പൊ എന്റെ ഓഫീസിൽ എന്നെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനത്തെ ഒരാളാണ്, ഞാൻ എല്ലാവരോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കാൻ പഠിച്ചത് തന്നെ പൊന്നിന്റെ കൂടെ മനസ്സിലായ. അപ്പൊ ഞാൻ ഓഫീസിൽ നടക്കുമ്പോ പോലും അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലും ഞാൻ കോമഡി അടിച്ച് ഇങ്ങനെ നടക്കുള്ളൂ. ഞങ്ങളുടെ രണ്ടാൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പല ടെൻഷനോ പല കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ എപ്പോഴും പോസിറ്റീവ്. എന്റെ കസിൻ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് സംസാരിക്കുമ്പോ അവള് പറഞ്ഞൊരു ടിപ്പ്, ചൂടുവെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചുമ ഒരു ആശ്വാസം കിട്ടിയത്. ആ ഗ്യാപ്പിലാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതില്ല. അപ്പൊ അവളെന്നോട് പറഞ്ഞു വളരെ പോസിറ്റീവായിട്ട് നിക്കണ ഒരാളാണ് ഞാൻ. നീ നമ്മുടെ എനർജി ലെവലൊക്കെ ചെറുപ്പം തൊട്ടേ ഞാൻ അവളും കൂട്ടായതുകൊണ്ട് കടുക് പൊട്ടി തെറിച്ച് നടക്കണ പോലെ ചിരിച്ചും കളിച്ചും പറക്കണ കാക്കോട് വർത്താനം പറഞ്ഞു ഫുള്ള് അങ്ങനെ നടക്കുന്ന ആളാണ്. അപ്പൊ അവർക്കൊക്കെ അറിയാം എന്റെ ഒരു ശബ്ദം എടുത്ത് കഴിഞ്ഞാൽ അയ്യോ എന്ത് പറ്റിയിട്ട് വയ്യേ മാറിയില്ലേ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പൊ അത്രയും അറിയുന്നവർക്ക് നമ്മൾ എങ്ങനെയാണ് എന്താണ് എന്ന് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ ഞങ്ങളൊരാളെ റോട്ടിൽ കണ്ട അങ്ങോട്ട് കയറി സംസാരിക്കണം എന്ന് ഞങ്ങൾക്ക് വർഷങ്ങളുടെ പരിചയം വേണ്ട. ഇവിടെയുള്ള പല ചേട്ടന്മാരും കടയിലത്തെ പറഞ്ഞിട്ടുണ്ട്,
ഇവിടെ സ്ഥിരമായി വർഷങ്ങളായിട്ട് വരുന്ന ആളുകൾ പോലും സാധനം മേടിക്കുന്നു പോകുന്നു. വെറുതെ ബലം പിടിച്ചിട്ട് പൈസ കൊടുത്തിട്ട്. അല്ല, പക്ഷെ നിങ്ങൾ ഇവിടെ വന്നവരാണ്. വന്ന് ഇത്തിരി ആകുമ്പോഴേക്കും ഞങ്ങളായിട്ട് ഭയങ്കര ഞങ്ങളവിടെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സാധനം മേടിച്ചാൽ ഞങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സാധനം മേടിക്കാനാ പോയെന്ന് വെച്ചാൽ ഞങ്ങൾ 5 മിനിറ്റ് സാധനം മേടിക്കണമെങ്കിൽ 10 മിനിറ്റ് അവരായിട്ട് സംസാരിക്കാനായിരിക്കും സമയങ്ങളെ ഉണ്ടാവും. അത് ഞങ്ങൾ അങ്ങനെയാണ് ഓൾറെഡി. അതുകൊണ്ട് അപ്പൊ എന്റെ മമ്മിയാണെങ്കിലും പപ്പയാണെങ്കിലും ഇവന്റെ ഫാമിലി നമ്മളൊക്കെ വർത്താനം പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയത്. അപ്പൊ നമ്മളെ പറ്റി അങ്ങനെ അറിയാണ്ട് വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സീൻ കണ്ടു, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അതിൽ മോശമില്ല, നിങ്ങൾക്ക് ഇഷ്ടായില്ല, അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മോശം അതിൽ കണ്ടില്ല, കോമഡി ആയി മാറി എന്ന് കരുതിയിട്ട് നിങ്ങൾ തോന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ എത്ര ടേക്ക് എടുത്തിട്ട് എടുക്കണ്ടാവുന്ന. ഫസ്റ്റ് തവണ അപ്പൂസ് വരുമ്പോ ഉണ്ണി തന്നെ വരണം, പിന്നാലെ അപ്പൂസ് വരണം. ഒരു ഷോർട്ട് വീഡിയോ എടുക്കുമ്പോ നിങ്ങൾ വിചാരിക്കും സംഭവം ഒരു മിനിറ്റ് ഉള്ളോ അല്ലെങ്കിൽ 40 സെക്കൻഡിന് ഇവിടെ ഞങ്ങൾ ചിലപ്പോ 1 മണിക്കൂറോളം സമയം എടുക്കും. 40 സെക്കൻഡ് എടുക്കാനായിട്ട് വീഡിയോ 40 സെക്കൻഡ് വീഡിയോ ചിലപ്പോ 1 മണിക്കൂറാവും ഞങ്ങൾ ടേക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് അത് നന്നാക്കി വരാനായിട്ട്. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ആ സീനില് ശരിക്കും ആദീസ് ഓടി വരുന്ന ഭാഗമാണ്. ആദീസാണ് ഈ സെയിം സീനിൽ ഓടി വരണമെങ്കിൽ ഈ ഒരു കമന്റുകൾ ഒന്നും നിങ്ങൾ ഇടോ, നിങ്ങൾ ഇതേ ചിരിനെ ചിരിക്കും. അത് അപ്പൂസും അങ്ങനെ തന്നെയാണ്. ആദീസ് തന്നെ വരാത്ത കാരനാണ് ആദീസിനെ കൊണ്ട് അപ്പൂസിനോട് വരുന്ന പോലെ ആക്കാൻ ഞങ്ങൾ അപ്പു പറഞ്ഞു ഞാൻ വരുന്നില്ല അപ്പ ആദ്യം ഞാൻ ഇവിടെ ഡോർ തള്ളിവിടാന്ന് പറഞ്ഞു. പക്ഷെ അവൻ വരുന്നില്ല. അവൻ വന്നൂല. ഞാൻ അപ്പൊ പറഞ്ഞു അവൻ വന്നില്ലെങ്കിൽ നീ അവനെയും കൊണ്ടുവരണം, നീ അവനെടുത്തിട്ട് ജസ്റ്റ് വന്നാ മതി. അവൻ ഇങ്ങോട്ട് ചിലപ്പോ കടക്കാൻ മടിക്കും. അപ്പൊ നീ അവനും കൊണ്ട് വന്നോളോ. നീ വന്നിട്ട് ഞാൻ വീണ് എടുക്കുമ്പോ അവനെ എന്റെ മുകളില് ആനയുടെ പുറത്തിരുത്തണ പോലെ ഇരുത്തിയോളൂ. അപ്പൊ അവൻ ആനയുടെ പുറത്ത് ഇരുത്താൻ വേണ്ടി നോക്കിയപ്പോ അവൻ ചമ്മളമണി ഇരുന്നപ്പോ അപ്പ് പെട്ടു. കാരണം അവനെ എണീറ്റിട്ട് എണ്ണാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ഇതിന്റെ പുറകിലുണ്ടെന്ന് നമ്മൾ ആ സീൻ എടുത്തവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊന്നും അറിയാണ്ടാണ് ഒരാൾ എടുക്കാനൊന്നുമില്ല. ഞങ്ങളുടെ 3 ആളെടുക്കുമ്പോ ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡ് വെച്ചു. ഞങ്ങളുടെ 2 ആളെടുക്കുമ്പോ അപ്പ് എടുത്തു. പല ചാനലുകാരും പുറമേന്ന് ആളെ വെച്ചിട്ട് ലൈറ്റ്മാനും ക്യാമറമാനും ഒക്കെ വെച്ചിട്ട് ചെയ്യണേ. അപ്പൊ ഇതേ സീനുകളും അല്ലെങ്കിൽ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ റൊമാൻറ്റിക് സോങ്സ് ഇന്റിമസി സോങ്സ് ഒക്കെ വല്ലവരെ വെച്ച് ചെയ്യണേ. ഞങ്ങളുടെ മക്കളെ വെച്ചിട്ട് അവർക്ക് അറിയാലോ ഞങ്ങൾ എങ്ങനെയാണെന്നോ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെയാണ് ആ സീനുകൾ എടുത്തിരുന്നത്, മനസ്സിലായോ? അതുപോലെ അന്ന് ലിപ്സ്റ്റിക്ക് ഇവന്റെ മുഖത്ത് എന്റെ ഇതുമൊക്കെ ആയ പോലെ കാണിച്ചത്. അത് ഞാൻ ആ സീൻ കഴിഞ്ഞിട്ട് ഒരച്ച് കൊടുത്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ഒരിക്കലും ഇട്ടിട്ട് ഒരച്ചിട്ടായതല്ല. നിങ്ങൾ ഞാൻ അവനെങ്ങനെ പിടിച്ചു നിന്നിട്ടോ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ വേറൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇത് എടുക്കാം പിന്നെ അത് എടുക്കാന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ വെറുതെ നിൽക്കുന്നു, ആ ഷോർട്ട് അപ്പൂസ് എടുക്കുന്നു, കാണിക്കാണ്, മനസ്സിലായ? അപ്പൊ അതുപോലും മനസ്സിലാവില്ല. പിന്നെ അതിൽ അപ്പൂസ് വന്നിട്ട് അപ്പൊ അവന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ നീ ഡോർ ചെയ്തിട്ട് ഇങ്ങനെ നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിച്ച് ഞങ്ങൾ കിസ് അടിച്ചാൽ ഞങ്ങളെ ചുണ്ടുകൾ നമ്മൾ തൊട്ടിട്ട് പോലില്ല, ഞങ്ങൾ ഇങ്ങനെ ആക്കുമായിരുന്നു, മനസ്സിലായി? ഞങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെന്നേലും ഒരു മിറർ എന്തെങ്കിലും വെച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കുക. പിന്നെ അല്ല ഇനി ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കുമ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യൊന്നുമില്ല. അത് അപ്പൊ റൊമാൻറ്റിക് സോങ്സിനൊക്കെ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ശരിക്കും കിസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാറുണ്ട്. അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ്, ഞങ്ങളുടെ മോനാണ്. അവൻ ഞങ്ങൾക്ക് ഉമ്മ തരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പയ്ക്കും ഉമ്മ കൊടുക്കുന്നത് എനിക്കും ഉമ്മ കൊടുക്കണം ഒക്കെ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെയാണ് അവന്റെ അമ്മ അച്ഛനും അപ്പനും ഉമ്മ കൊടുത്തത് അവൻ കാണുന്നത്. ആ ഒരു ലിപ്സ്റ്റിക് ആവണ വീഡിയോയിൽ കുറെ പേര് പറഞ്ഞു എന്താണ് മോൻ, എന്നാലും ഈ മോന്റെ മുന്നിൽ വെച്ച് കാണിച്ചു, മോൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചത് കണ്ട. ഞങ്ങൾ പറയണ ആക്ഷൻസ് അവൻ ചെയ്യണത്. അവനോട് ഇങ്ങോട്ട് വരാൻ പറയണു, ഇന്ന സമയത്ത് വരണം. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നു. അപ്പൊ ഞങ്ങൾ നാണായിട്ടിരിക്കുന്ന പോലെ ഞാനിരിക്കും. അപ്പൊ നീ ഈ ലിപ്സ്റ്റിക് എടുത്ത് കാണിച്ചു തരണം. എന്നിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇവൻ ദേഷ്യമായിട്ട് തിരിച്ചു പോണ പോലെ കാണിക്കാന്ന്. പക്ഷെ ചെറിയൊരു കുട്ടിയായ കുറച്ചും കൂടി ചെറിയ കുട്ടിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പോണ പോലെ വേണമെങ്കിൽ കാണിക്കാം. ആ സ്ക്രിപ്റ്റ് പിന്നെ ഞങ്ങളിവിടെ മാറ്റിയതാണ്. അവൻ ടീനേജിലുള്ളൊരു കുട്ടിയായതുകൊണ്ട് പകരം ഈ ദിലീപ്
ദിലീപ് ഇഷ്ടം പടത്തില് നെടുമുടി ഓരോ പെണ്ണുങ്ങളെ നോക്കുമ്പോഴോ കല്യാണം കഴിക്കുമ്പോഴോ ഫോണിക്കോടെ പഞ്ചാര അടിക്കുമ്പോഴൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യണം വെച്ച് ഗള്ളൻ എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾ സ്ക്രിപ്റ്റ് ഇവിടെ മാറ്റുക ചെയ്ത്. എന്നിട്ട് അവനോട് ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് തന്നിട്ട് ഞങ്ങള് പറഞ്ഞ സീനാണ് അവതിൽ ചെയ്ത്. കല്യാണരാമനിലെ ഒരു അപ്പാപ്പണ്ണാന്നില്ലേ, ആ പാപ്പ മറ്റേ ഹലോ എന്നൊക്കെ വിളിക്കുമ്പോ കൊതുകിനില്ല ക്രിമികടി അതൊക്കെ പറയുമ്പോ നമുക്കത് കോമഡി ആയിട്ട് ഈ പറയുന്ന ആൾക്കാർ ഷോർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാര് ഓ തന്തപ്പടിയുടെ ഒരു പിന്നെ ഒരു കോമഡി വീഡിയോ ചെയ്യുമ്പോ അത് കോമഡിയായി കാണാനുള്ള ഒരു മനസ്സ് കാണണം. അതിന്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പൊ മഞ്ജുവാരോട് പറഞ്ഞു ദിലീപിന്റെ പടങ്ങൾ കാണാറുണ്ടോന്ന് ഒരിക്കൽ ഇവരുടെ ഡൈവോഴ്സിന് ശേഷം ചോദിച്ചപ്പോ മഞ്ജുവാര് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ദിലീപ് അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും പലരും നമുക്ക് എന്താ പറയാ കണക്ഷൻ വിട്ടുപോയവരുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അല്ല അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷെ അവർക്ക് അവരൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവര് പറഞ്ഞ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങളുമായി ഒരു മെമ്മറി വന്നു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം. നമ്മളത് ഓർത്ത് അങ്ങനെ നല്ല കാര്യം എനിക്ക് ആ ആൾ ആ കാര്യം ചെയ്തു തന്നു, ആ ആളാണ് എനിക്ക് ആ കാര്യം മേടിച്ചു തന്നെ, ആ ആളാണ് എന്നെ ഈ കാര്യം പറഞ്ഞു തന്നതെന്ന് ഞാൻ അവനോടും പറയാറുണ്ട്. അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് ഇന്ന് അയാളെ ഞാൻ ശത്രുസ്ഥാനത്ത് കാണണം, അന്ന് അയാൾക്ക് ഇങ്ങനെയാക്കാം, ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ വീഡിയോ കാണാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ എപ്പോഴും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ചാനലുണ്ട് ഇവിടെ. നിങ്ങൾ ഈ പറയണ പോലെ ഗുഡ് മെസ്സേജ് കൊടുക്കുന്ന ചാനൽ ടി വി പോയി കണ്ടോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ നിങ്ങൾക്ക് പറ്റിയത് ഈ ഡെയിലി ചോറും കറി വെക്കുന്ന വ്ളോഗുകാർ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ പോയി കാണാം. അതുപോലെ ഓപ്ഷൻ ഇല്ലേ, ഞങ്ങൾക്ക് എത്ര ചാനലുകാർ ഇഷ്ടമില്ലാത്തതുണ്ട്, ഞങ്ങൾ അവരെ കാണാറില്ലേ? അതായത് സ്ഥിരം ഒരേ പാറ്റേണിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരു പാറ്റേണിലല്ല അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ സന്തോഷങ്ങള്, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ഇപ്പൊ ദുൽഖർ ഇപ്പൊ ആളൊരു വ്ളോഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ സന്തോഷപരമായ നിമിഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അത് കാണാനായിട്ടൊരു ഷെയർ ചെയ്യാറില്ലേ അവരെ നടന്മാര്? അത് മാത്രമാണ് ഷെയർ ചെയ്യാറ് അങ്ങനത്തെ നിലക്ക്. അപ്പൊ അവര് അത്രയും സമയമില്ലാത്തവരായതുകൊണ്ടാണ് ഇൻസ്റ്റയിലും എഫ് ബിയിലും ചെയ്യണത്. നമ്മൾ ചാനൽ തുടങ്ങി നമുക്ക് സമയമുള്ളതനുസരിച്ച് എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ, നമ്മൾ എല്ലാ മനുഷ്യന്മാർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലാതെ എല്ലാവരും എല്ലാം പറയാൻ വെച്ചാൽ പിന്നെ പ്രൈവസി ഉണ്ടാവില്ലേ നമുക്ക്. നമ്മൾ പ്രൈവസി ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളെ നമ്മളത് ചെയ്യണ്ടു. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. മറ്റുള്ള ഒരാളുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ വലിയ കാര്യമില്ല. അത് കുറച്ച് നമ്മൾ വിഷമിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ വീഡിയോകളുടെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാൻ 1 മണിക്കൂർ എടുക്കണമെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതേപോലെ സമയം എടുക്കും, എക്സ്പോർട്ട് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അതിന്റെ ടാഗ് അടിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ട് അതിനൊരു 10 ലൈക്ക് കിട്ടുമ്പോ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാരണം അതിനല്ലെങ്കിൽ ഒരു 5 ലൈക്ക് പുറത്തുനിന്ന് കിട്ടിയ അല്ലെങ്കിൽ 5 കമന്റ് നല്ലത് വരുമ്പോ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ഉണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ റീച്ച് ആയിട്ട് പോകുമ്പോ ഭയങ്കര സന്തോഷമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ 100K ആയോണ്ടോ അല്ലെങ്കിൽ 50K ആയോണ്ടോ ഒന്നും കിട്ടില്ല. 10 രൂപയും 15 രൂപയും 13 രൂപയും 14 വരുമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത് അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയില്ല. അത് അറിയണവർക്കാണ് അതറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. നല്ല വ്ളോഗുകൾ ഇട്ട് കണ്ടമാനം വ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ വല്ല 2 ലക്ഷം 1 ലക്ഷം 10 ലക്ഷം. ഞങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള സമയത്ത് നല്ല എമൗണ്ട് ഒക്കെ വന്നായിരുന്നു. ഞങ്ങൾ അതേപോലെ ആയിരുന്നു ഞങ്ങളുടെ വ്യൂസും, ഞങ്ങൾ അതുപോലെ ആയിരുന്നു വീഡിയോസ് ഇട്ടിരുന്നത്. അന്ന് കൊറോണ സമയമാണ്, ജോലി ഇല്ല, വീട്ടിലാണ്, ഞാൻ ജോലിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. ഞാൻ നന്നായിട്ട് പണിയെടുത്തിട്ട് വരുന്ന ഒരാളാണ്. പണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയങ്ങളും അല്ലെങ്കിൽ ഞായറാഴ്ചകൾ കിട്ടുമ്പോഴും ആദ്യം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ അല്ലെങ്കിൽ ആദ്യം ഉറങ്ങുമ്പോ മുന്നൂന് മറ്റേ വയ്യായി ഇല്ലാണ്ടിരിക്കും, ഞങ്ങൾക്ക് വയ്യായി ഇല്ലാണ്ടിരിക്കുമ്പോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ സമയത്ത് എടുക്കുന്ന വീഡിയോസ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ നമ്മളോട് ഒരുപാട് പേര് ഒരു ദിവസത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ അയ്യോ ഇന്ന് 6 മണിക്ക് ഇട്ടില്ലേ, അയ്യോ നോട്ടിഫിക്കേഷൻ വന്നില്ല, ചിലപ്പോ ഞങ്ങള് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല.
ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല, ടൈമിന് ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടയേർഡായിട്ട് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് കുളി കഴിഞ്ഞ് ആ കിടക്കലൊന്നൊക്കെ എടുക്കുമ്പോ ചിലപ്പോ ഉറങ്ങി പോവും. അത് അത്ര ടയേർഡായിട്ട് വരണേ. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ തന്നെ ഒരാഴ്ച എടുക്കാൻ നിൽക്കണു, ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. ഈ പറയണ പോലെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ വീണിട്ട് നടുവിന് പെയിനായിട്ട് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ അടുത്ത് പോയിട്ട് റെസ്റ്റിംഗ് ഒന്നും നടക്കില്ല, അതിന് പോലും സമയമില്ല. അപ്പൊ ഇനിയിപ്പോ നാളെ പിന്നെയും പോണം. അപ്പൊ അത് വീട്ടിലെ പണികളും കാര്യങ്ങളും അല്ലാതെ ഈ ചാനലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാല്ലേ. അപ്പൊ നടക്കില്ല. അങ്ങനെ എപ്പോഴും അങ്ങനെ കെടുക്കണ ഒരാളും നമ്മളെപ്പോഴും ഓടി ചാടി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നടുതല്ലി വീണിട്ട് പോലും അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങാത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും പറഞ്ഞ നടുതല്ലി വീണന്ന് എടുത്ത ഒരുപാട് ഞാൻ വീണ് വിത്തിൻ സെക്കൻഡ് 10 മിനിറ്റ്സിനുള്ളിൽ ഇവന്റെ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്ന് ഇവന്റെ ഓഫീസിൽ ഇവൻ ചാർജർ മരുന്ന് വെച്ചിട്ട് എടുക്കാൻ പോയിട്ട് അവിടെ വെച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടു, ഒക്കെ അത് റീച്ചാണ്. എടുത്തു, അയ്യോ നടുതല്ലി ഇരിക്കുക, സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കല്ല ചെയ്ത. അത് കഴിഞ്ഞ് വന്ന അന്ന് ഞങ്ങൾ എടുത്താണ് വൈശാഖ സന്ധ്യ അല്ലെ, അവിടെ അല്ലേ അത്. പിന്നെ ഒരു സിംഹമലയും കാട്ടിൽ, അത് എല്ലാം വൈറലായിരുന്നു. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണേ. പലരുടെ വിചാരം ഇതൊക്കെ എന്ത് വെറുതെ ഞെക്കിയിട്ട് അതിനനുസരിച്ച്, അങ്ങനെയല്ല. നമ്മൾ വീഡിയോ എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടാണ്. മറ്റേ ടിക്ടോക്ക് പോലത്തെ സംഭവം വേറെ ആൾക്കാരുടെ ഓഡിയോ നമ്മൾ പറയണില്ലേ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കഷ്ടമാണ്. ഞാൻ പൊന്നുനെ ഒരുപാട് തവണ വഴക്ക് പറയാനുള്ള ഒരു കാര്യം എന്നിട്ടുണ്ടെങ്കിൽ ലിപ്പ് സിങ്ക് ആവാണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം ടൈക്ക് എടുക്കേണ്ടി വരാറുണ്ട്. കാരണം ഒരു വട്ടം ലിപ്പ് സിങ്ക് അല്ലെങ്കിൽ നമുക്ക് അത് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാറില്ലേ. കാരണം അത് കറക്റ്റായിട്ട് തന്നെ പറയണം. ഒരു സ്ലോലി അത് എടുക്കണത് പിന്നെയും എളുപ്പമാണ്. നമ്മൾ എടുക്കണത് വീഡിയോ ആയിട്ട് എടുത്തിട്ട് രണ്ടാമത് മിക്സ് ചെയ്ത് കയറ്റണം. ആ എളുപ്പമുള്ള സാധനം പോലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറ്റുണ്ടോ എന്നുള്ളത്. അത് തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടി നിങ്ങൾ ആ പറയണോണ്ട് ഞങ്ങൾക്ക് ഇതുമ്മ പോലും ഒന്നും ആവില്ല. പക്ഷെ ആ പറയണ നേരം നിങ്ങൾ നല്ലൊരു കമന്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കതൊരു ഹാപ്പിയാണ്. ഞങ്ങൾക്ക് പൈസയേക്കാളും അവാർഡാണ്. നമ്മൾ ആ പേരോ ആ ഐഡിയോ നമ്മൾ മറക്കില്ല അല്ലെ. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ദോഷം വരാൻ പോകുന്നില്ല അല്ലെ. ചെയ്തല്ലാത്തൊരു ഉപകാരമാണത് അല്ലെ. അത് ചെയ്യുന്നില്ല എന്നാ നിങ്ങൾക്ക് തന്നെ അറിയാം. ആ വീഡിയോ കണ്ടിട്ട് അതിലൊരു മോശമില്ലാന്ന്. എന്നാലും നിങ്ങള് ഏതെങ്കിലും ഒരാൾ ഇട്ടുണ്ടെങ്കിൽ അയാളെ താങ്ങി അതിന്റെ അടിയിൽ അടുത്ത ആള് വരും. ആരും ഇട്ടില്ലെങ്കിൽ ആർക്കൊന്നും പറയാനുമില്ല. ഏതെങ്കിലും 1-2 ആൾക്കാർ ഈ പറഞ്ഞ പോലെ ചൊറിയാനായിട്ട് ഇരിക്കണവരുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് മറ്റു ചാനലുകളേക്കാൾ വളരെ കുറവ് നെഗറ്റീവ്സ് ആണ്. അതന്നെ ദൈവാനുഗ്രഹം. സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. അവർക്ക് ഒരുപാട് താങ്ക്സ്. എന്നും ചങ്കായിട്ട് ഞങ്ങളുടെ കൂടി ഉണ്ടാവും. ഇനിയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ മുഴുവൻ കാണണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ പറയണ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. നിങ്ങൾക്ക് പറയാനുള്ള കമന്റുകൾ നിങ്ങൾ ഇട്ടു. നിങ്ങൾക്ക് അവകാശം ഉണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തിടണം ഏതിടണം കമന്റ് ഇടണം. അപ്പൊ അതിന് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി നിങ്ങളപ്പോ കേട്ടേ പറ്റൂ. ഓക്കെ. പിന്നെ ഒരുപാട് പേര് കുറെ പെണ്ണുങ്ങള്, അതായത് ചെക്കന്മാരെക്കാളും കഴപ്പെട്ട സാധനങ്ങളാ പെണ്ണുങ്ങള്. അവരുടെ കമന്റ് കേട്ട് അവരുടെ ഐഡിയ ഓപ്പൺ ചെയ്തപ്പോ ചിരിച്ചു പോയി. അതെ ഇവിടന്ന് കറക്റ്റ് ഇവിടന്ന് ഇവിടം വരെ ഈ ക്യാമറയിൽ ഇത് ഇത്രത്തോളം ഇത്രയും തലയും ഈ തലയുടെ ഇവിടം വരെയും വെച്ച് വീഡിയോ മാത്രം എടുക്കണ കുറെ പെണ്ണുങ്ങള്. നമ്മൾ പേരോ കാര്യം ഒന്നും പാടില്ല. അവരുടെ ഐഡിയ നിന്നൊക്കെ വളരെ മോശമായിട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്കൊക്കെ കമന്റ് ഇടുന്നു. അങ്ങനെയാണെങ്കിൽ മോശമായി കണ്ട് ഇങ്ങനെ ഈ ഒരു കോമഡി വീഡിയോ ഇതിന് പറയുകയാണെങ്കിൽ അവരുടെ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇതേപോലെ ഇടാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ മോശം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടം തൊട്ട് ഇത്രയും ടൈറ്റ് ചെയ്ത് ഷോർട്ട് എടുത്തിട്ട് മാത്രം അവര് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെ മാത്രം കാണിച്ചെടുക്കാറ്. ഞങ്ങളുടെ പലരും ഉണ്ട്. ഞങ്ങൾക്ക് പോലും അറിയണ്ടായില്ല പലർക്കും കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കപ്പിൾസ് ആയിട്ടാണ് പലരും ചാനലിൽ ഏറ്റവും അധികം വീഡിയോ ഇടുക. കപ്പിൾസ് വീഡിയോ കയറി പോകാൻ വേണ്ടിയിട്ട്. കുറെ നാൾ കഴിയുമ്പോഴാണ് അവർക്ക് 2-3 പിള്ളേരുള്ള കാര്യം ഏതെങ്കിലും ഒരു ബർത്ത്ഡേ വീഡിയോയിലൊക്കെ കാണുമ്പോഴാണ് അയ്യോ അവർക്ക് ഇത് 2 കുട്ടികളുണ്ടായിരുന്നു അല്ലേ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ
ഫസ്റ്റ് വീഡിയോ തൊട്ടാണ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫാമിലി വ്ളോഗാണ്. നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കാറ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങള് നിലനിർത്തിയിട്ട് തന്നെയാ പോണേന്ന് ഞങ്ങൾക്ക് അറിയാം. ഫാമിലി കളഞ്ഞിട്ടുള്ള ഒരു video ഇല്ല. കാരണം നമ്മുടെ ഫാമിലി വ്ളോഗാണ്. നമ്മുടെ ഫാമിലി വ്ളോഗാണ്, അതാണ് ഫാമിലി വ്ളോഗ്. മനസ്സിലായോ? അല്ലാതെ അതിലെല്ലാം കാണിക്കാറുണ്ട് ഇമോഷൻ, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ഇത് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യേ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇരിക്കല്ല. ഇവിടെ എന്താണ് അത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ്. അതെ, അപ്പൊ നെഗറ്റീവ് ഇട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി. കാരണം നിങ്ങൾ നെഗറ്റീവ് ഇടണമെങ്കിലും ആ വീഡിയോ ഓപ്പൺ ചെയ്താൽ ഞങ്ങൾക്കൊരു വ്യൂ തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ അതിൽ എന്തുണ്ടായിട്ട് എങ്ങനെ ഞങ്ങൾ പറയണേന്നും കൂടി ഒന്ന് ആലോചിക്കണം. അതിൽ നിങ്ങൾക്ക് എന്താ കിട്ടണേ? ഒന്നും കിട്ടാനില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ റിയാക്ട് ചെയ്യണം അങ്ങനെയുള്ള ചാനലുകളിൽ പോയിട്ട്, അത്രയും മോശം കാര്യങ്ങൾ ചെയ്യുന്ന ചാനലിൽ പോയിട്ട്. കോമഡി ചാനലിൽ അടിയിലല്ല കേട്ടാ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് ഇനി വരാം. യെസ്, അതുവരെ കാണുമ്പോഴേക്കും താടിയും പൊട്ടും ന്യൂ വീഡിയോ. ബൈ.